ചെറിയ ദുശീലങ്ങളുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ പോലീസ് ആദ്യം പെരുപ്പിച്ച് കാട്ടാൻ ശ്രമിച്ചത് അല്ലേ? മൊബൈൽ ഫോണിൽ ഈ പറയുന്ന സെക്സ് വീഡിയോസ് കാണുക. അർജുൻ, ഈ കുഞ്ഞിനെ അവസാനമായി കണ്ടത് എപ്പോഴാണ്? പലതവണ താങ്കൾ ആ കടയിൽ നിന്ന് മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. താങ്കൾ മിഠായി കഴിക്കുമോ? ഞാൻ കഴിക്കും. വണ്ടിപ്പെരിയാർ ദുരൂഹ സാഹചര്യത്തിൽ 6 വയസ്സുകാരി കൊല്ലപ്പെട്ട് അതിന് പ്രതി എന്ന് പറഞ്ഞ് അർജുൻ എന്ന് പറഞ്ഞ ഒരാളെ പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തായിരുന്നു. പക്ഷെ കോടതി അവനല്ല പ്രതി എന്ന് പറഞ്ഞ് അവനെ വെറുതെ വിടുകയായിരുന്നു. എന്താണ് സംഭവം? ഇനി അവനാണോ പ്രതി, അവനല്ല എങ്കിൽ വേറെ ആരാണ് പ്രതി എന്നൊന്നും നമുക്കറിയില്ല. നമുക്കത് അറിയണം. എന്തായാലും പ്രതി ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. ആ കുട്ടിക്ക് നീതി കിട്ടണമെന്നാണ് നമ്മുടെ കേരള ജനത ഒന്നടങ്കം ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പം അവനല്ല പ്രതി എന്ന് കോടതി പറഞ്ഞത് കൊണ്ട് അവനല്ല പ്രതി. സോ അവൻ പ്രതി അല്ല, കുറ്റമോചിതനായിരിക്കുകയാണ് ഇപ്പൊ തൽക്കാലം. ഇനി അവനാണോ പ്രതി, വേറെ ആരാണ് പ്രതി, എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയണം. ആരാണെങ്കിലും സത്യം വെളിയിലോട്ട് വരണം. സോ കോടതി അവൻ പ്രതിയല്ല, അർജുൻ പ്രതിയല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പൊ പുള്ളി പ്രതിസ്ഥാനത്തല്ല. സോ നമ്മുടെ റിപ്പോർട്ടർ ടിവിയിലെ ഈ അർജുൻ എന്ന് പറയുന്ന പ്രതിയായിട്ട് ആരോപിക്കപ്പെട്ട ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഈ ഇന്റർവ്യൂവിനെതിരെ ഒരുപാട് ബാഡ് കമന്റ്സും ഒരുപാട് പാർട്ടി പേജുകളിലൊക്കെ ഒരുപാട് ഇവന്റെ ഇന്റർവ്യൂ എടുത്ത് കഴിഞ്ഞാൽ മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അവൻ പ്രതിയല്ല. ഇവിടെ കോടതി വരെ പറഞ്ഞിട്ടുണ്ട് അവൻ പ്രതിയല്ല എന്നുള്ളത്. അവൻ പ്രതിയല്ല. പോലീസുകാർ കൊണ്ട് സമർപ്പിച്ച ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവൻ പ്രതിയല്ല. അപ്പൊ അവർക്ക് ഇന്റർവ്യൂ എടുക്കാം. പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ് ഇപ്പൊ അർജുൻ. സോ അവർക്ക് ഇന്റർവ്യൂ എടുക്കാം. എന്തായാലും ആ ഇന്റർവ്യൂവില് നമുക്ക് അതിൽ അഭിപ്രായം പറയാം. ഇപ്പൊ പോലീസിന്റെ ഭാഗം നമ്മൾ കേട്ടു, കോടതിയുടെ ഭാഗം നമ്മൾ കേട്ടു. ഇനി പ്രതി എന്ന് ആരോപിക്കപ്പെട്ട അർജുന്റെ ഭാഗം കൂടി നമുക്ക് കേൾക്കാം. അതിനുള്ള അവസരമാണ് റിപ്പോർട്ടർ ടിവി നമുക്ക് തന്നിരിക്കുന്നത്. എന്തായാലും അരുണിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയാം. നമുക്ക് അറിയാമല്ലോ അരുണിന്റെ റിപ്പോർട്ടർ ടിവിയിലെ പുള്ളിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയാം. നല്ല സൂപ്പർ ഇന്റർവ്യൂ ആണ്. പിന്നെ ഞാൻ ഇതിലോട്ട് കിടക്കുന്നതിന് മുമ്പ്, നമ്മൾ ഈ ഇന്റർവ്യൂ കാണുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഞാൻ ഒരിക്കലും ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത് ഈ അർജുനാണ് പ്രതി എന്നല്ല. കോടതി പറഞ്ഞു അവൻ പ്രതി അല്ല എന്ന് പറഞ്ഞു, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവൻ പ്രതി അല്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ സ്ഥാപിക്കാൻ പോകുന്നത് അർജുൻ പ്രതിയാണെന്നല്ല. പക്ഷെ എനിക്ക് ഈ ഇന്റർവ്യൂ കണ്ടപ്പം കുറെ ഡൗട്ട്സ്, ആ ഇന്റർവ്യൂ എല്ലാവരും കാണണം, റിപ്പോർട്ടർ ടിവിയിൽ കിടപ്പുണ്ട്. ഞാൻ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് വെക്കാം. അപ്പം അതിൽ കുറേ ഡൗട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. എന്നാലും നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടുനോക്കാം. നാട്ടിലേക്ക് എങ്ങനെയാ സജീവമായി സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു? സംഘടന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ വിളിക്കുമ്പോൾ മാത്രം, എന്ന് വെച്ചാൽ അത് ബ്രാഞ്ച് സെക്രട്ടറി എന്ന ഒരാളാണ്. ബ്രാഞ്ച് സെക്രട്ടറി മോരും പാർട്ടിയുടെ നല്ല നേതാവൊക്കെയാണ്. പക്ഷെ പുള്ളി പറയും എന്നെ പോലെ കൊടി വിളിക്കണം എന്ന് പറഞ്ഞാൽ പോകും. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ സജീവ പാർട്ടി ഒന്നും സജീവമായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലില്ല. അല്ലല്ല. ഡിവൈഎഫ്ഐ സജീവ പ്രവർത്തകനല്ല. അല്ലല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയിലും ഇല്ല. അല്ലല്ല. പലയിടങ്ങളിലും ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിക്കാരനാണ്, ഡിവൈഎഫ്ഐ കാരനാണെന്നൊക്കെ പലയിടങ്ങളിലും പറയുന്നുണ്ട്. ഈ കേസിൽ പല സ്ഥലത്തും പാർട്ടിയുടെ ഒരു പേര് പരാമർശിക്കുന്നതല്ലാണ്ട് ഇവനൊരു സജീവ പാർട്ടിക്കാരനാണെന്ന് പറയുന്നില്ല. പാർട്ടി സെക്രട്ടറി വിളിക്കും, പോയി കൊടി പിടിക്കും, അങ്ങനെയുള്ള ചെറിയൊരു പരിപാടിയൊക്കെ ഉള്ളൂ. പാർട്ടിയായിട്ട് അത്ര വലിയ ബന്ധമില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അത്ര കൺവിൻസിങ് അല്ല. എന്തായാലും അത്ര വലിയ പാർട്ടിയിലെ ഒരു നേതാവാണെന്ന് എനിക്കും തോന്നുന്നില്ല. പാർട്ടിയായിട്ട് അത്ര വലിയ ഈ ഊരിക്കൊടുക്കാൻ, ഇതേപോലത്തെ ഒരു കേസിൽ നിന്നൊക്കെ ഊരിക്കൊടുക്കാനും വേണ്ടിയുള്ള പാർട്ടിയായിട്ട് അത്ര വലിയ ബന്ധമുള്ള ഒരു നേതാവാണെന്നും എനിക്ക് തോന്നുന്നില്ല. അതായത് ഈ പറഞ്ഞത് പാർട്ടിക്ക് സെക്രട്ടറി വിളിക്കും, അപ്പൊ പോയി കൂടി വിളിക്കും, അത്രേ ഉള്ളൂ എന്ന് പറയുന്ന അത്ര കൺവിൻസിങ് അല്ല. എന്തായാലും ബാക്കി നോക്കാം. വോളിബോൾ കളിക്കാൻ പോയിട്ട് കുറച്ച് ദിവസമായിട്ട് കാൽ ഒരു വീട്ടിലായിരുന്നു. എവിടെയും പോകാൻ പറ്റിയില്ല. അതിനിടെ കൺകുരു എവിടെ പോകാൻ പറ്റിയ സ്ഥിതിയായിരുന്നു. കണ്ണിക്കുരു ഉണ്ടായിരുന്നു, കാലും വേദന ഉണ്ടായിരുന്നു. അത്യാവശ്യം നടക്കാൻ ആ ഒരു ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ഇരുന്ന് പോകുമ്പോഴാണ് ഈ സംഭവം. പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം പ്ലാസ്റ്റർ ഇട്ട നിലയിലായിരുന്നു? അല്ല, പ്ലാസ്റ്റർ എടുത്തിരുന്നു. പ്ലാസ്റ്റർ എടുത്തത് ഓർമ്മയുണ്ടാവോ? ഈ ആക്സിഡന്റ് നടന്നത് എങ്ങനെയാണ്? ആക്സിഡന്റ് പറ്റിയത് വോളിബോൾ കളിക്കുമ്പോൾ ബ്ലോക്ക് അടിയുമ്പോൾ താഴോട്ട് നിന്നപ്പോൾ കാല് മടങ്ങി. അപ്പൊ അത് ഫ്രാക്ചർ ആണോ അതോ മടങ്ങിയതാണോ? ഫ്രാക്ചർ അല്ല, മടങ്ങിയതാ. ഉൾക്കൊണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നില്ല? അല്ലല്ല, നമ്മൾ തൊട്ട് അയലോക്ക് തന്നെ ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി തന്നെ ഈ ഭൂഷണപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയി സ്ഥലം. പുള്ളി അവരുടെ വീടൊക്കെ അവിടെ ആയിരുന്നു ആദ്യം. പുള്ളി കാല് കെട്ടി തന്നു. പ്ലാസ്റ്റർ ആയിരുന്നില്ല? അല്ലല്ല. അപ്പൊ ഒരാഴ്ചയോളം അങ്ങനെ ആ പ്ലാസ്റ്റർ കെട്ടിയിരുന്നു. ഇത് കെട്ടിയിരുന്നതിന് ശേഷം പിന്നീട് കാല് 2 ആഴ്ച ആയപ്പോഴേക്ക് അല്പം ഭേദമായി. നടക്കാൻ പറ്റുമായിരുന്നു. ചട്ടിച്ചിട്ടാ നടക്കുന്നത്. ഇവിടെ പറയുന്നത് അർജുൻ അന്ന് കാല് വയ്യായിരുന്നു. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വോളിബോൾ കളിച്ചപ്പോൾ വീണ് കാല് ഉളുക്കി. സോ കാല് വയ്യായിരുന്നു. പക്ഷെ അന്ന് ഈ സംഭവം നടക്കുന്ന അന്ന് കാലിൽ കെട്ടൊന്നും ഇല്ലായിരുന്നു. കാലിൽ കെട്ടൊക്കെ അഴിച്ചു. അയൽവക്കത്തുകാരനെ എന്തോ കെട്ടിക്കൊടുക്കുമായിരുന്നു. അത്ര വലിയ ഫ്രാക്ചർ ഒന്നും ഇല്ലായിരുന്നു. കാലൊന്ന് ഉളുക്കിയത് കൊണ്ട് അയൽവക്കത്തുകാരനാണ് കെട്ടിക്കൊടുത്തത്. പക്ഷെ സംഭവം നടന്നന്ന് കെട്ടൊക്കെ അഴിച്ചു. എന്നാലും നടക്കാൻ പറ്റില്ലായിരുന്നു. ചട്ടിയാണ് നടന്നത്. വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൺകുരു ഉണ്ടായിരുന്നു. അപ്പം ഇതിവിടെ പറയുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഒരാൾ പോയി
ഈ കുറ്റകൃത്യം ചെയ്യില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഇവിടെ എടുത്ത് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് നമുക്കറിയില്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തീരുമാനിക്കാം എന്തിനാണ് ഇത് പറഞ്ഞത് എന്നുള്ളത്. എന്തായാലും അർജുന്റെ ഭാഗങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ്. ഈ മുമ്പോട്ട് പോകുന്നതോറും ഒരുപാട് കൺഫ്യൂഷൻസിലോട്ടാണ് ഈ ഇന്റർവ്യൂ പോകുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയൂടെ ഒന്ന് കണ്ടു നോക്കാം. എന്ന് പറയുന്ന ഒരാളുടെ കടയിൽ പോയിരുന്നു? ഇല്ല, പോയിട്ടില്ല. അയാളുടെ കടയിൽ പോയി മിഠായി വാങ്ങിച്ചിരുന്നു? ഇല്ല, ഞാൻ അങ്ങനൊരു മൊഴിയുണ്ടല്ലോ. അല്ലല്ല, അന്നത്തെ ദിവസം ഞാൻ പോയിട്ടുണ്ടോന്ന് പറഞ്ഞ പമ്പില് അതിന് ഓപ്പോസിറ്റ് പമ്പുണ്ട്. ആ പുള്ളിയുടെ പറഞ്ഞ കട ഓപ്പോസിറ്റ് പമ്പുണ്ട്. പമ്പിന്റെ CCTV നോക്കിയാൽ മതി. ഇന്ന പോലെ ഞങ്ങളുടെ ജംഗ്ഷനിൽ ഒരു ഫിഷ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ റെക്കോർഡ് എടുത്തിട്ടില്ല. ആ ദിവസത്തിൽ താങ്കളെ പതിഞ്ഞിട്ടില്ല? ഞാൻ പോയിട്ട് പോലില്ല. പക്ഷെ ഇതൊക്കെ അറിയാമായിരുന്നു, അവിടെ ക്യാമറ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അർജുൻ അറിയാമായിരുന്നു? എനിക്കറിയത്തില്ലായിരുന്നു. പിന്നീട് എങ്ങനെയാ ബോധ്യപ്പെട്ടത്? പമ്പിലാണെങ്കിൽ വണ്ടി വരുന്നു പോകുന്നൊക്കെ ക്യാമറക്കകത്ത് കാണുമല്ലോ. അതല്ല, അർജുൻ ഇപ്പൊ പറഞ്ഞു പമ്പിലുണ്ടായിരുന്നു, കടയിലും ഈ CCTV ഉണ്ടായിരുന്നു. ഇത് അർജുൻ അറിയാമായിരുന്നു? എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങള് സ്ഥിരമായിട്ട് ആ വഴി കൂടെ പോയിട്ട് വരുന്നത്. ടൗണിൽ ഇപ്പൊ ഊഹിച്ചതാണ്, ഉണ്ടാകാം എന്ന് ഊഹിച്ചതാണ്? ഊഹിച്ചെന്നല്ല, ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു തവണ കണ്ടിട്ടുണ്ട്. പിന്നെ പമ്പില്. അപ്പം ആ ക്യാമറ കണ്ണുകളിൽ താങ്കൾ പെട്ടില്ല? ഞാൻ പോയിട്ടില്ല. പക്ഷെ അന്ന് അവിടെ 50 രൂപയുടെ മഞ്ചു വാങ്ങിയില്ല? ഞാൻ പോയിട്ട് പോയില്ല. രവി പിന്നെ എന്തിനാണ് താങ്കൾക്കെതിരെ മൊഴി കൊടുത്തത്? പോലീസ് ഇന്ന പോലെ പറയിപ്പിച്ചു. രവിയെ കൊണ്ടോ? രവിക്ക് അങ്ങനെ ഒരു വാദമില്ല. അവിടെ നിന്ന് മിഠായി വാങ്ങാറുണ്ടോ ഇടയ്ക്ക്? ഞാൻ കടയിൽ പോകും, സാധനം മേടിക്കും. ആ മിഠായി വാങ്ങും? മിഠായി വാങ്ങത്തില്ല. ഒരു മിഠായി വാങ്ങില്ല? മിഠായി വാങ്ങത്തില്ല. ഇടയ്ക്ക് മിഠായി വാങ്ങിയിട്ടേ ഇല്ല? പല തവണ മിഠായി വാങ്ങിയതായി മൊഴികളുണ്ട്. ഈ രവിക്ക് താങ്കളോട് വിരോധമുണ്ടോ പേഴ്സണലായി? അല്ലല്ല, വിരോധമൊന്നുമില്ല. പിന്നെന്തിനാണ് രവി മൊഴി കൊടുക്കുന്നത്? ആവശ്യത്തിന് വേണ്ടി പറഞ്ഞവര്. പക്ഷെ അതിന് അർജുനെ രവിക്ക് മുൻകൂർ വിരോധമില്ല. കേസിന്റെ ഞാൻ പ്രതിയായെന്ന് പറഞ്ഞായില്ലേ. ഇന്ന പോലെ പറയണമെന്ന് പറഞ്ഞ അവര് പറയും. ഇന്റർവ്യൂവിൽ ഫുള്ള് അർജുൻ പറയുന്നത് എനിക്കെതിരെ ആ നാട്ടിലുള്ള എല്ലാവരും, എന്റെ കൂട്ടുകാരാണെങ്കിലും കടക്കാരാണെങ്കിലും പാർട്ടിക്കാരാണെങ്കിലും എല്ലാവരും എനിക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും എന്നോട് ഒരു ശത്രുതയും ഇല്ല. പിന്നെ എന്തിനാണ് ഇവർ ഇത്രയും മൊഴി കൊടുത്തത്? പോലീസുകാർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ മൊഴി കൊടുത്തതെന്നാണ് പറയുന്നത്. പക്ഷെ പോലീസുകാർ പറഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു കേസിൽ മൊഴി കൊടുക്കുമ്പോൾ ആർക്കാണല്ലോ ഒരു സ്വന്തം കൂട്ടുകാരനെതിരെ ഇങ്ങനെ ഒരു മൊഴി കൊടുക്കുമ്പോൾ അവനങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്നൊരു ആരെങ്കിലും ഒരാൾക്കെങ്കിലും തോന്നുമല്ലോ. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും അർജുനെതിരെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നോട്ട് ദാറ്റ് പോയിന്റ്. പിന്നെ CCTVയുടെ കാര്യം പറഞ്ഞത്, ആ നാട്ടിലെ CCTV എവിടെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ആ മീൻ കടയിലും പെട്രോൾ പമ്പിലും CCTV ഇരിക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അരുൺ ചോദിക്കുന്നുണ്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ പിന്നെ ഒന്നും കൂടി ചൂഴ്ന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതും ഞാൻ മിഠായി മേടിച്ചു എന്ന് പറയുന്ന ഈ മിഠായിക്കാരന്റെ മൊഴി ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ളൊരു മൊഴിയാണ്. എപ്പോഴും അവിടുന്ന് മിഠായി മേടിക്കാറുണ്ട്, ഈ കുട്ടി കൊണ്ട് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞ ആ മൊഴി ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ളൊരു മൊഴിയാണ്. അത് ഭയങ്കര പ്രാധാന്യമുള്ളൊരു മൊഴിയാണ്. അപ്പം ആ കടയിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ക്യാമറ പെട്രോൾ പമ്പിലെയും ഈ മീൻ കടയിലെയും ക്യാമറ അങ്ങോട്ട് പ്രൊജക്ട് ചെയ്തിരിപ്പുണ്ട് എന്നുള്ള കാര്യം അർജുന് വ്യക്തമായിട്ട് അറിയാമെന്നാണ് അർജുൻ പറയുന്നത്. അർജുന്റെ ആ പറച്ചിലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ അർജുൻ പറയുന്ന ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി ഒന്ന് നോക്കാം. വീടിന് പുറത്തിറങ്ങിയിട്ടുണ്ട്? വീടിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയത് എന്തിനാണ്? സാധാരണ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരോട് ഒന്ന് കളിക്കും. അന്നും പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. കളിക്കാൻ വെച്ചാൽ മൊബൈലും അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി. പക്ഷെ കാല് നേരത്തെ പറഞ്ഞത് നമ്മുടെ കാല് ഒടിഞ്ഞിരുന്നു എന്നാണ്. ചട്ടിച്ചട്ടി നടക്കും. ചട്ടിച്ചട്ടി നടക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പുറത്തു പോകുന്നതിന് തടസ്സമില്ല. ഇല്ലല്ല. അപ്പൊ അർജുൻ പറയുന്നത് ആ ഇഞ്ചുറി ഉണ്ടായിരുന്നെങ്കിലും ചെറിയൊരു വലിവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചട്ടി നടക്കാനൊക്കെ പറ്റും, എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും, ഞാൻ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, മൊബൈലിൽ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, അല്ലാണ്ട് വോളിബോൾ കളിക്കാനല്ല, മൊബൈലിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നടക്കാനൊക്കെ പറ്റും, കുഴപ്പമില്ല എന്നാണ് അർജുൻ ഇപ്പൊ ഇവിടെ പറയുന്നത്. എന്തായാലും ആ ഒരു ചെറിയൊരു ഉളുക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു മടക്ക് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. വോളിബോൾ കളിച്ചപ്പോൾ ഉണ്ടായ ചെറിയൊരു മടക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്തായാലും അത്യാവശ്യം നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റുമെന്നാണ് അർജുൻ പറയുന്നത്. ബാക്കി അർജുൻ പുറത്തു വരുന്നു. അന്ന് 2 മണിയോട് കൂടി തലമുടി വെട്ടാൻ പോയോ? 2 മണിയല്ല, 3 മണി. 3 മണിക്കാണ്. 3 മണിക്കാ പോകുന്നത് മുടി വെട്ടാൻ. ഈ 3 മണിന്ന് എങ്ങനെയാ ഓർമ്മിച്ചത്? നമ്മളിപ്പോ ഉദാഹരണത്തിന് ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സമയം നോക്കി ഇറങ്ങില്ലല്ലോ. സമയം നോക്കി ഇറങ്ങില്ല, പക്ഷെ ഒരു ഊഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഊഹമാണ്. അപ്പൊ അത് 2:30 ആവാം. 2:30 ആവല്ലോ, 3 തന്നെയാണ്. 3. അതെങ്ങനെയാ ഉറപ്പിച്ചത്? ഞാൻ അപ്പോഴാ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അല്ല, 3 മണി എന്നുള്ളത് എങ്ങനെയാണ് ഉറപ്പിച്ചത്? കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നു? അല്ല, ഫോൺ ഉണ്ടായിരുന്നു. ഫോണിൽ സമയം നോക്കി 3 മണി എന്ന് സമയം ഉറപ്പിച്ചിട്ടാണ് ഇറങ്ങിയത്. ആ 3 മണി സമയത്താണോ നേരത്തെ ഇറങ്ങുമായിരുന്നത്? അങ്ങനെ വല്ലതും? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ഫോൺ നോക്കുമ്പോൾ സാധാരണ സമയം നോക്കാറുണ്ടോ? വളരെ പെട്ടെന്ന് 3 മണിന്ന് ഓർമ്മയുണ്ട് ആ സമയത്ത് ഇറങ്ങിയത്? 3 മണിയാണ് ഇറങ്ങിയത്. ജൂൺ മാസം 30-ാം തീയതിയാണ്. ജൂൺ മാസം 30-ാം തീയതി. പക്ഷെ താങ്കൾക്ക് തലമുടി വെട്ടാനായിട്ടൊരു സുഹൃത്ത് വന്നിരുന്നു അല്ലേ? അശോക്. പക്ഷെ അശോക് പറയുന്നത് 2:30-നാണെന്നാണല്ലോ. അല്ലല്ല,
ശരിക്കല്ല, അതല്ല. 3 മണിക്കാണ്. 3 മണിക്ക്. അപ്പോ 3 മണിക്കാണെന്ന് താങ്കൾക്ക് ഉറപ്പാണ്? ഉറപ്പാ. താങ്കൾ മൊബൈൽ ഫോൺ നോക്കിയപ്പോഴാണ് 3 മണി കണ്ടത്? ഇറങ്ങുമ്പോഴാണോ കണ്ടത്? തലമുടി വെട്ടാനിരിക്കുമ്പോഴാണോ കണ്ടത്? പാഷൻ ഫ്രൂട്ട് പറഞ്ഞ് കൊടുത്തപ്പോഴാണോ? ഇറങ്ങുമ്പോ നോക്കി, സമയം നോക്കി. സ്വഭാവമായിട്ട് നമ്മൾ ഫോണെടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ, സമയം കാണാൻ പറ്റുമോ പെട്ടെന്ന്? അതായത് ആദ്യം നമ്മുടെ അത് ഓർമ്മിച്ചിരിക്കുമോ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ? ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൊബൈൽ ഫോൺ നോക്കിയത് എപ്പോഴായിരിക്കും അർജുൻ? ഇന്നിപ്പോ നോക്കിയിട്ടുണ്ടാവില്ലേ? ഇന്ന് നോക്കിയിട്ടുണ്ട്. ഉണ്ടായില്ല? ഉണ്ടായിരുന്നു. എത്രയായിരുന്നു? ഏത് സമയത്താണ് നോക്കിയത് ഏകദേശം? ഓർമ്മിക്കുന്നുണ്ടോ അങ്ങനെ സമയം മൊബൈൽ ഫോൺ നോക്കിയത്? ഇപ്പൊ നോക്കില്ല. ഉദാഹരണത്തിന് നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്താൽ വളരെ പെട്ടെന്ന് ആ സമയമാണോ നമ്മുടെ മുന്നിൽ വരിക? ഫ്രണ്ട് എടുത്തിടുമ്പോൾ നമ്മൾ കറക്റ്റ് സ്വിച്ച് ഓൺ ആകുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. സ്വിച്ച് ഓഫ് ആയിരുന്നു മൊബൈൽ ഫോൺ എന്ന്? സ്വിച്ച് ഓഫ് ആയിരുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീൻ ഓൺ ആയി വരും. അപ്പൊ അത് 3 താങ്കൾ ഉറപ്പിച്ചു ആ സമയത്ത്? നമ്മൾ ജസ്റ്റ് ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ? സമയമാണോ? എന്റെ കാര്യത്തിൽ ഞാൻ സമയമല്ല, ഫോൺ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് അങ്ങ് പോവുകയാണ്. സമയം നോക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് ഫോൺ ഓൺ ചെയ്ത് സമയം നോക്കുന്നത്. അല്ലാണ്ട് യൂഷ്വലി ഫോൺ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ സമയമൊന്നും നോക്കാറില്ല, അവിടെ കിടക്കും. നമുക്ക് സമയം നോക്കേണ്ട ഒരു ആവശ്യം വന്നാൽ മാത്രമാണ് നമ്മൾ സമയം നോക്കുന്നത്. ഇപ്പൊ അർജുൻ അങ്ങനെയല്ല, സമയമായിരിക്കും നോക്കുന്നത്. പക്ഷേ ഈ ഇന്റർവ്യൂവിൽ മുമ്പോട്ട് പോകുമ്പോൾ യൂഷ്വലി നമ്മുടെ ലൈഫിൽ സംഭവിച്ച, അർജുന്റെ ലൈഫിൽ സംഭവിച്ച യൂഷ്വൽ കാര്യങ്ങൾ പോലീസുകാർ ചോദിച്ചപ്പം അതൊന്നും അർജുൻ ഓർമ്മയില്ല. പക്ഷേ ഈ 2021 ജൂൺ 30 തോന്നുന്നു, ജൂൺ 30 തോന്നുന്നു. അപ്പം അന്ന് ഈ 3 മണി എന്ന് പറയുന്ന സമയം അർജുന് കറക്റ്റ് റിലവന്റ് ആയിട്ട് ഓർമ്മയുണ്ട്. ആ സമയം 3 മണിയാണ്. അത് ആര് തർക്കിച്ചാലും 3 മണിയാണ്. അപ്പോഴാണ് മുടി വെട്ടുന്ന കാര്യമൊക്കെ സംഭവിച്ചത്. 3 മണിക്കാണ് എന്ന് പറയുന്നത് അർജുന് ആ സമയം കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ട്. വേറെ ഒന്നും ഇപ്പൊ ജസ്റ്റ് ആരും ചോദിക്കുന്നുണ്ട്, ഇച്ചിരി മുമ്പ് ഫോൺ എടുത്തായിരുന്നല്ലോ, അപ്പൊ ഫോണിലെ സമയം ഓർമ്മയുണ്ടോ ചോദിക്കുമ്പോൾ അതൊന്നും ഓർമ്മയില്ല. പക്ഷെ എനിക്ക് അന്നത്തെ 2021 ജൂൺ 30 ആ സമയം 3 മണി എന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ട്. അതാണ് കറക്റ്റ് ആയിട്ട് അർജുൻ പറയാം. പക്ഷെ ഈ ഇന്റർവ്യൂല് മുമ്പോട്ട് പോകുമ്പോൾ ചോദിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഈ അർജുനെ പ്രതിയാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ബന്ധു അർജുനെ കണ്ടു. നമുക്ക് അതിന് മുമ്പ് അതിലോട്ട് കിടക്കാം. ബന്ധു അർജുനെ കുട്ടിയുമായിട്ട് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓർമ്മയില്ല, ഞാനത് മറന്നു പോയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. യൂഷ്വലി പുള്ളിയുടെ ലൈഫിൽ സംഭവിച്ചത് കുട്ടി മരിച്ചും കൂടി പോയി. അപ്പൊ നമ്മൾ ഓർക്കുമല്ലോ ലാസ്റ്റ് എപ്പോഴാണ് കുട്ടിനെ കണ്ടത്. അതൊക്കെ നമുക്ക് കടക്കാം, അതിലോട്ട് കിടക്കാം. അപ്പം ആ കാര്യം പോലും അർജുന്, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പോലും അർജുന് ഓർമ്മയില്ല. പക്ഷേ ഈ 3 മണി എന്ന് പറയുന്ന ഈ സമയം അർജുൻ ഓർത്ത് വെക്കുന്നുണ്ട് എന്ന് പറയുന്നത്, ആ ചെറിയൊരു കാര്യം അർജുൻ ഓർത്ത് വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് അവിടെ സംതിങ് ഫിഷി എന്തൊക്കെയോ തോന്നുന്നുണ്ട്. ഇനി എന്റെ തോന്നലാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഞാൻ അർജുനെ പ്രതി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത്. എനിക്ക് തോന്നുന്ന സംശയങ്ങൾ ആ ഇന്റർവ്യൂ കണ്ടിട്ട്, നല്ല സൂപ്പർ ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന സംശയങ്ങൾ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ചെറിയൊരു സംശയം, എന്തുകൊണ്ട് അർജുൻ ആ സമയം ഓർത്ത് വെക്കുന്നു? വക്കീലന്മാര് പഠിപ്പിച്ചതാണോ, അതോ ഇനി അർജുന്റെ സ്വന്തം ഇങ്ങനെ ഓർത്ത് വെച്ചാണ്? ഇപ്പൊ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും പറയുന്നില്ല, ഞാൻ ഇപ്പോഴും പറയുന്നു അർജുൻ കുറ്റവാളിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കുറ്റവാളി എന്നുള്ള രീതിയിൽ ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഇന്ന സമയം അതാണ് ഇതാണ്, കറക്റ്റ് സമയത്ത് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ വെച്ച് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓർത്ത് വെച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല. ഈ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു സമയം അർജുൻ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഉണ്ടല്ലോ എന്നൊരു സംശയം നമുക്കുണ്ടാവാമല്ലോ. എനിക്കുണ്ടല്ലോ സംശയം. എന്തുകൊണ്ട് അർജുൻ ഈ സംശയം അർജുൻ ഈ സമയം ഓർത്തു വെച്ചു? സമയം 3 മണി കഴിഞ്ഞ് എത്ര മിനിറ്റ് ആയി കാണും? മിനിറ്റ് 3:10 കാണും. ഇല്ലല്ല, 3 മണി, കൃത്യം 3 മണിയാണ്. അത് മൊബൈൽ ഫോണിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ 2021 ജൂൺ 30 നടന്ന സംഭവമാണ്. ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് 3 മണിയെന്ന്. അതെങ്ങനെയാണ് ഇത്രയും? മറ്റുള്ള ദിവസങ്ങളും ഇങ്ങനെ ഓർമ്മിക്കാറുണ്ടോ? ഇപ്പൊ 2020 21 ജൂൺ 29 ഫോൺ നോക്കി ഏതെങ്കിലും സമയം? ആദ്യമായിട്ടല്ല ഇതുപോലെ സംഭവിക്കാറുണ്ട്. പക്ഷെ അപ്പോൾ സംഭവം നടക്കുന്നത് അറിയില്ലല്ലോ ആ സമയത്ത്, ഫോൺ നോക്കുന്ന സമയത്ത്. ഇവിടെയാണ് അരുണിന്റെ ആ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. ഇതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആ സമയങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? പക്ഷെ ആ സമയമൊന്നും ഓർമ്മയില്ല. പക്ഷെ ഈ പ്രവൃത്തി നടന്ന, ഈ കുറ്റകൃത്യം നടന്ന അന്നത്തെ സമയം കറക്റ്റ് 3 മണി, 3:10 അല്ല, കറക്റ്റ് 3 മണി എന്നുള്ള സമയത്തിൽ നിന്ന് ഒരു മാറ്റവുമില്ല. 3 മണി എന്ന് പറഞ്ഞാൽ 3 മണി തന്നെയാണ് എന്നുള്ള രീതിയിലാണ് അർജുനോട് പറയുന്നത്. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ, ഒരു കുറ്റം ചെയ്ത ഒരാള്, ഒരിക്കലും ഞാൻ പറയുന്നില്ല, വീണ്ടും ഞാൻ പറയുന്നു അർജുനാണ് കുറ്റം ചെയ്തതെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മുടെ കോടതി, നമ്മുടെ നീതിപീഠമായിട്ടുള്ള കോടതി പറഞ്ഞിരിക്കുന്നത് അർജുൻ അല്ല കുറ്റക്കാരനാണ്. പക്ഷെ അർജുൻ പറയുന്ന കുറച്ച്, ഈ പറയുന്ന കാര്യങ്ങളിലെ കുറച്ച് വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പം ഈ 3 മണി എന്ന് പറയുന്ന സമയം ഒരു കുറ്റം ചെയ്ത ഒരാളാണ് ഇങ്ങനെയൊക്കെ ഓർത്ത് വെക്കാം, ഇങ്ങനെ കറക്റ്റ് സമയങ്ങൾ ഓർത്ത് വെക്കാം എന്ന് വെച്ച് ഓർത്ത് വെച്ചതായി കൂടെ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാം. ബാക്കി നോക്കാം. ആ പ്രാവശ്യം കൂട്ട് എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് തിരിച്ചു വരുന്നു. പക്ഷെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ സമയം വ്യത്യാസം ഉണ്ടെന്ന് മൊഴികളിലുണ്ട്. അല്ല, മിസ്സിംഗ് ആണ് ആ സമയത്ത്. മൊത്തം കള്ളമാണ്. സുഹൃത്തുക്കൾ കള്ളമാണ്. സുഹൃത്തുക്കൾ അർജുനെതിരെ കള്ളം പറഞ്ഞു. കള്ളമാണ്.
മുൻവിരോധം ഉണ്ടായിരുന്നു. എന്റെ വീടിൽ നിന്ന് ഈ മുടി വെട്ടുന്ന സ്ഥലത്ത് എന്റെ വീടിന്റെ സ്റ്റെപ്പിൽ നിന്ന് കറക്റ്റ് കാണാൻ പറ്റും. ഞാൻ എവിടെ പോകുന്നു, ഞാൻ എവിടെ കയറി വരുന്ന ഇറങ്ങി പോകുന്നു കറക്റ്റ് അത് കാണാൻ പറ്റും. സ്പോട്ട് കാണുവാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം. അവർക്ക് കാണാൻ പറ്റും. പക്ഷെ പിന്നീട് എന്തിനാണ് അവർ കള്ളം പറഞ്ഞത്? രവി കള്ളം പറഞ്ഞു. കേസിന്റെ ആവശ്യത്തിന് വേണ്ടി, കേസിന്റെ ആവശ്യത്തിന് വേണ്ടി അർജുനെ കുടുക്കി. ഇന്ന പോലെ പോലീസുകാർ ഇവരെ കൊണ്ട് പറയിപ്പിച്ചു. അവരെ മർദ്ദിച്ചോ? മർദ്ദിച്ചാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു പരാതി ഇല്ല. അവരിപ്പോഴും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലല്ല, അത് മൊത്തം കള്ളമാണ്. അവർ പിന്നീട് പറഞ്ഞോ കള്ളമാണ് പറഞ്ഞത്? അവരെങ്ങനെ കള്ളമാണെന്ന് പറയുന്നത്? ഞാൻ അടുത്ത സുഹൃത്തുക്കളല്ലേ അർജുൻ? അടുത്ത സുഹൃത്തുക്കളാണ് ഇത്രയും ചതി കൊണ്ടുവിട്ടത്. പക്ഷെ അർജുനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത് വരെ. എല്ലാരും ഇഷ്ടമാണ്. പക്ഷെ പിന്നെ അർജുൻ എന്തിനു ചതിക്കണം? എനിക്കറിയത്തില്ല. അവർ അർജുനെതിരെ അർജുൻ അനുകൂലമായി സാക്ഷി പറഞ്ഞാൽ പിന്നീട് ഇത് തെളിയിക്കപ്പെട്ടാൽ അവർക്കത് കുഴപ്പമാവില്ലേ? അവർ അറിഞ്ഞുകൊണ്ടൊരു കള്ളസാക്ഷി പറയും അർജുൻ എന്ന സുഹൃത്തിനെതിരെ. ഞാൻ തറപ്പിച്ചു പറയാൻ കള്ളമാണ്. ഇവിടെയാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം. ആ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകളും അർജുനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട്. അർജുന്റെ വെരി ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉൾപ്പെടെ. പാർട്ടിയിലും പുള്ളിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പാർട്ടിക്കാരും എല്ലാവരും മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അർജുന് എല്ലാവരും സ്നേഹമാണ്, ഇഷ്ടമാണ്. അർജുനോട് എല്ലാവർക്കും സ്നേഹമാണ്, ഇഷ്ടമാണ്. ഒരു പ്രശ്നവുമില്ല. അതൊരു നല്ലൊരു ആ നാട്ടിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അർജുൻ എന്നാണ് അർജുൻ പറയുന്നത്. ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്തിന് ഇവര് മൊഴി കൊടുത്തു എന്നുള്ളതിൽ അർജുനും സംശയത്തിലാണ്. എന്തിനായിരിക്കും അങ്ങനെ ആളുകൾ ഇങ്ങനെ ഒരു കുറ്റവാളി അല്ല എങ്കിൽ പോലീസ് പറഞ്ഞ് പറയിപ്പിച്ചതാണെങ്കിലും ഒരാളെങ്കിലും പറയുന്നില്ല പോലീസ് നിർബന്ധിച്ച് പറഞ്ഞതാണ് എന്നുള്ള കേസ്. അറിയില്ല എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇത്രയും ആളുകൾ അർജുനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട്. അതും പല ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം ആളുകൾ. ഇപ്പൊ അർജുനോട് ശത്രുതയുള്ള ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് ഇതിനെതിരെ മൊഴി കൊടുത്തതെങ്കിൽ നമുക്ക് പറയാം അവന്മാർ മാത്രമല്ലേ മൊഴി കൊടുത്തത്. ഇത് അങ്ങനെയല്ല, പല ആളുകളാണ്, ഫ്രണ്ട്സ്, നാട്ടുകാര്, സ്വന്തം റിലേറ്റീവ്സ് വരെ മൊഴി കൊടുത്തിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ആ ഒരു മെയിൻ പോയിന്റ്, ആ അർജുനെ എങ്ങനെ പ്രതിയാക്കി എന്നുള്ളത് ആ മെയിൻ പോയിന്റിലോട്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അർജുൻ ഈ കുഞ്ഞിനെ അവസാനമായി കണ്ടത് എപ്പോഴാണ്? കുഞ്ഞിനെ അവസാനമായിട്ട് കണ്ടെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഞാൻ കണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് കണ്ടു, സംഭവത്തിന് മുമ്പ്. പക്ഷെ അർജുൻ ആദ്യം കൊടുത്ത മൊഴിയിൽ കണ്ടിട്ടില്ലെന്നാണല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ കുഞ്ഞിനെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അർജുൻ കണ്ടിട്ടില്ല എന്നൊരു മൊഴിയുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യം പോലീസിനോട് അങ്ങനെ പറഞ്ഞോ? എപ്പോഴെങ്കിലും തുടക്കത്തിലെങ്കിലും? അന്നത്തെ ദിവസം കണ്ടു അർജുൻ? ഞാൻ കണ്ടായിരുന്നു, പക്ഷെ അന്നത്തെ ദിവസം ഞാൻ കണ്ടു. ആ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നോക്കി, ഇവിടെയാണ് സംഭവ ദിവസത്തെ ആ 3 മണി എന്ന് പറയുന്ന ചെറിയൊരു ഇൻസിഡന്റ് ഓർമ്മയുള്ള അർജുൻ ഈ കുട്ടിയെ ലാസ്റ്റ് കണ്ടു എന്നുള്ള കാര്യം പോലീസുകാരോട് പറയാൻ മറന്നുപോയി. ഈ 3 മണി എന്ന് പറയുന്ന ചെറിയൊരു കാര്യം പോലും ഓർമ്മ ഉള്ള അർജുൻ ഇത്രയും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മറന്നുപോയി എന്നാണ് അർജുൻ പറയുന്നത്. പോലീസുകാരോട് പറയാൻ വേണ്ടി മറന്നുപോയി എന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ മുതലാണ് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ഒരു കാര്യം അർജുൻ പറയാൻ മറന്നുപോയി. ഈ കുട്ടിക്ക് ഒരു സംഭവം ഉണ്ടായല്ലോ, കുട്ടി ഇങ്ങനെ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടല്ലോ. അപ്പം ആ കുട്ടിയെ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടത് നമ്മളാണെങ്കിലും ഓർക്കുമല്ലോ. ആ കുട്ടി ഞാൻ ഇന്നലെ അവളെ കണ്ടതാണല്ലോ, അല്ലെ ഇച്ചിരി മുമ്പ് നമ്മളെ കണ്ടതാണല്ലോ എന്നുള്ള കാര്യം നമ്മളാണെങ്കിലും ഓർക്കുമല്ലോ. പക്ഷെ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പോലീസുകാരോട് പറയാൻ അർജുൻ മറന്നുപോയി. പക്ഷേ ആ ഒരു കുഞ്ഞു കാര്യം 3 മണി എന്നുള്ള അർജുൻ വെളിയിലിറങ്ങി 3 മണി എന്നുള്ള കാര്യം ഫോൺ നോക്കി സമയം ഓർത്തിരിപ്പുണ്ട് അർജുൻ. പോലീസ് ചോദിച്ചിരുന്നു അന്നത്തെ ദിവസം? എല്ലാവരോടും ചോദിച്ചപ്പോൾ അർജുനോട് ചോദിച്ചിരുന്നു? അന്നത്തെ ദിവസം എന്നല്ല, ഈ 4-ാം തീയതി ചോദിച്ചു. 4-ാം തീയതി ചോദിച്ചപ്പോൾ അർജുൻ പറഞ്ഞത് കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അതെ സാറേ, ഞാൻ പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞ അവരോട് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നെ ഇന്നപോലെ നിങ്ങളുടെ അച്ഛന്റെ മൂത്ത ചേട്ടന്റെ ഭാര്യ ഇന്നപോലെ പറഞ്ഞു ചക്ക പറിക്കാൻ പോകുമ്പോ അപ്പോഴാണ് ഓർത്തത് ആ കാര്യം. അന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. പക്ഷെ അതായത് അർജുൻ കണ്ട വിവരം പോലീസിനോട് പറയാൻ വിട്ടുപോയി. പക്ഷെ അർജുൻ കണ്ട വിവരം, ഈ കുഞ്ഞിനെ കണ്ട വിവരം ഈ കുഞ്ഞിന്റെ വല്യമ്മച്ചി പോലീസിന് മൊഴി കൊടുത്തു. താങ്കളുടെ വല്യമ്മച്ചി ആണോ? എന്റെ അച്ഛന്റെ മൂത്ത ചേട്ടന്റെ ഭാര്യയാണ് പറഞ്ഞത് നിങ്ങൾ 2 പേരും കൂടി ഇരിക്കുന്നത് കണ്ടു. ഇരിക്കുന്നല്ല, എന്റെ വാതക്കിന് ഇരിപ്പുണ്ടായിരുന്നു. കൊച്ച് എന്റെ വീടിന്റെ വാറൊക്കെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി പോന്നെ അവിടെ നിപ്പുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ കണ്ടു? കുഞ്ഞും അർജുനും ഞാൻ കണ്ടു, ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പറയാൻ മറന്നുപോയി. ഇവിടെയാണ് അത്രയും ചെറിയൊരു കാര്യം വരെ ഓർത്തിരിക്കുന്ന അർജുൻ ഈ കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന കാര്യം
മറന്നുപോയി, പോലീസുകാരോട് പറഞ്ഞില്ല. പോലീസുകാർക്ക് ദാറ്റ്സ് ഇനഫ്. പോലീസുകാർ ബാക്കി എല്ലാവരും പറയുന്നുണ്ട് കുട്ടിയെ കണ്ടു, കുട്ടീനെയും കുട്ടിയുടെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അർജുൻ മാത്രം ഇതങ്ങ് വിഴുങ്ങി അല്ലെങ്കിൽ മറന്നുപോയി. അപ്പൊ പോലീസുകാർ കൊടുത്താൽ ഇവൻ മാത്രം മറന്നുപോയി, ഇവൻ മാത്രം എന്താ അങ്ങനെ പറയുന്ന കള്ളത്തരം പറയുന്ന പോലത്തിലാണ് പോലീസുകാർ അർജുനെ തൂക്കുന്നത്. അപ്പം എന്തായാലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് അർജുന്റെ കൂടെ കുട്ടി ഇരിക്കുന്നു. പക്ഷെ അർജുൻ പറയുന്ന കുട്ടി അതിന് വഴി ഇറങ്ങിപ്പോയി, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ സ്റ്റെപ്പ് വഴി ഇറങ്ങിപ്പോയതാണ്. പക്ഷെ അർജുന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ആ സ്ത്രീ, അതായത് വല്യമ്മ പറയുന്നത് കുട്ടി അർജുന്റെ കൂടെ ഇരിക്കുന്നത് കണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് അർജുൻ മറന്നുപോയത്. പോലീസുകാരോടും പറയാൻ മറന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ, നമ്മൾ ആ ആളെ ലാസ്റ്റ് കണ്ടത് എപ്പോഴാണോ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ പറഞ്ഞും പോകും. അപ്പൊ എന്ത് ടെൻഷനിലാണെങ്കിലും, ഇപ്പൊ കുട്ടിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ ആ ഷോക്കിൽ നിൽക്കുകയാണെങ്കിലും, ഞാൻ ആ മോളെ കണ്ടത് ഇന്ന സമയത്താണ്, അല്ലെങ്കിൽ ഇന്നപ്പോ ഞാൻ കണ്ടു, ഇന്ന സമയത്താണെങ്കിലും വേണ്ട, പക്ഷെ ഞാൻ കണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. മറന്നുപോയി എന്ന് പറഞ്ഞതിൽ എന്തോ ഒരു ഇതുണ്ട്. ഉറപ്പ് മറന്നുപോയി എന്ന് പറഞ്ഞതിൽ എന്തോ ഒരു ഇതുണ്ട്. ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ അർജുനാണ് കുറ്റവാളി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല ഇത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട് അർജുൻ ഇത് മറന്നുപോയി എന്ന് പറയുന്നത്. എന്തായാലും ആ മറന്നുപോയി എന്ന് പറയുന്ന അവിടെയാണ് പോലീസുകാർക്ക് സംശയം തോന്നുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ വരുന്നു, ബന്ധു, റിലേറ്റീവ് ആണ് അർജുനെതിരെ മൊഴി കൊടുക്കുന്നത്. റിലേറ്റീവിനൊന്നും അർജുനോട് ഒരു പ്രശ്നവും ഇല്ല, അർജുൻ നല്ലൊരു വ്യക്തിയായിട്ട് അവിടെ ജീവിച്ചൊക്കെ പോരുകയാണ്. പക്ഷെ റിലേറ്റീവ് അർജുനെതിരെ മൊഴി കൊടുക്കുന്നു. എന്തിനാണെന്നുള്ള കാര്യം അർജുൻ അറിയില്ല. മിഠായികൾ കൊടുത്തിരുന്നു. ഞാൻ മിഠായി സ്നാക്സ് മേടിച്ചോണ്ടിരിക്കുന്നു. കൊച്ചു തന്നെ വീട്ടിൽ ഓടി വരും. ഞാനല്ല മഞ്ച് വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു. മഞ്ച് ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല. ഡയറി മിൽക്ക്, സ്നാക്സ് ഇപ്പൊ അവരുടെ വീട്ടുകാരും ശരി, ഞങ്ങളുടെ വീട്ടുകാരും ശരി, ആര് വീട്ടുകാരും എപ്പോഴെങ്കിലും മിഠായി കൊടുക്കരുതെന്ന് വീട്ടുകാർ വിലക്കിയിട്ടുണ്ടോ? എന്റെ വീട്ടുകാരാ? അവരുടെ വീട്ടുകാർ എന്നോട് ആ കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല. പല്ല് കുഞ്ഞിന് ചീത്തയാവും, അങ്ങനത്തെ കാര്യം വന്നിട്ട് പോലില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ രവി എന്ന് പറയുന്ന അങ്കിൾ പറയുന്നുണ്ട്, പലതവണ താങ്കൾ ആ കടയിൽ നിന്ന് മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. താങ്കൾ മിഠായി കഴിക്കും? ഞാൻ കഴിക്കും. മിഠായി അതിനു വേണ്ടി വാങ്ങും? ഞാൻ മേടിച്ച് ഞാൻ കഴിക്കും. ഈ മഞ്ച് പോലുള്ള മിഠായികൾ കഴിക്കാറുണ്ട്? അല്ലല്ല, ഇല്ല. അവിടെ സ്ഥിരം കഴിക്കുന്ന മിഠായി ഏതാ? സ്ഥിരം കഴിക്കുന്നതാണെങ്കിൽ 1 രൂപയുടെ 2 മിഠായി കഴിക്കും. അതൊക്കെ വാങ്ങും. ഈ രവി അങ്കിളുടെ കടയിൽ നിന്ന് വാങ്ങും? വാങ്ങിയിട്ടുണ്ടാവും. ഒത്തിരി കടയുണ്ടല്ലോ അവിടെ. വാങ്ങിയിട്ടുണ്ടാവും ഈ കടയിൽ നിന്ന്. ഇവിടെ സാധനമൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട് ഞാൻ. പക്ഷെ മിഠായി വാങ്ങിച്ചിട്ടില്ല? ഞാൻ മേടിച്ചിട്ടില്ല എന്നത് ഉറപ്പാണ്. അത് ക്യാമറയിലും പതിഞ്ഞിട്ടില്ല, CCTV-കളിലൊന്നുമില്ല. മിഠായി മേടിക്കില്ല എന്നൊന്നും അർജുൻ പറയുന്നില്ല. മിഠായി കിട്ടുമ്പോൾ മേടിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് ബാക്കി കിട്ടുന്ന പൈസയ്ക്ക് നമ്മൾ മിഠായി മേടിക്കുമല്ലോ യൂഷ്വൽ. അതിപ്പം 1 രൂപ 2 രൂപയ്ക്ക് ചിലപ്പോൾ നമ്മൾ മിഠായി മേടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പർട്ടിക്കുലർ വ്യക്തി പറയുന്നത് പോലെ, ഈ മൊഴി കൊടുത്ത വ്യക്തി പറയുന്നത് പോലെ ഈ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി മിഠായി മേടിച്ചിട്ടില്ല. അതായത് മഞ്ചൊന്നും 50 രൂപയ്ക്കൊന്നും മേടിച്ചിട്ട് പോയിട്ടൊന്നുമില്ല. അങ്ങനെ മിഠായി ഒന്നും മേടിച്ച് കൊടുത്തിട്ടൊന്നും ഇല്ല എന്നാണ് അർജുനോട് പറയുന്നത്. പക്ഷെ CCTV-യുടെ കാര്യം ആദ്യം അർജുൻ പറയുന്നുണ്ട്, CCTV ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് CCTV-യിൽ ഞാൻ പെട്ടിട്ടില്ലല്ലോ, അങ്ങനെ മിഠായി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ CCTV-യിൽ പെട്ടിട്ടില്ലല്ലോ. സോ അർജുൻ വെരി മച്ച് അവെയർ അബൌട്ട് ദാറ്റ് CCTV. ആ CCTV എന്തോ അവിടെ ഉണ്ട്. ആ CCTV-യിൽ ഞാൻ പെടും, അവിടെ എങ്ങനെയൊക്കെ ആളുകൾ വന്നാൽ, എവിടെ നിന്നൊക്കെ ആളുകൾ വന്നാൽ CCTV-യിൽ പെടാം എന്നുള്ള കാര്യത്തിലൊക്കെ അർജുൻ കുറച്ചുകൂടി അവെയർ ആണെന്നാണ് എനിക്ക് കേട്ടിട്ട് തോന്നുന്നത്. CCTV-യുടെ ദൃശ്യത്തിൽ പെടാതെ വേണമെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റും നമുക്ക്. കാര്യം അതിന് പിന്നിലൂടെയുള്ള വഴിയിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റും. ഈ CCTV-യുടെ ദൃശ്യങ്ങളിൽ പെടാതെയും വേണമെങ്കിൽ കടയിലേക്ക് പോകാം. എങ്ങനെ? രവിയുടെ കടയിലേക്ക് പോകാം നിങ്ങളുടെ വീട്ടിൽ നിന്ന്. ശരി, കൂടെ പോകാൻ പറ്റും. പല വഴികളുണ്ടല്ലോ. പല വഴികളുണ്ട്. പക്ഷേ ആ വഴി കൂടെ പോണം. ആ വഴികളിലൂടെ നമ്മളിത് അറിയുന്നില്ലല്ലോ. CCTV-യിൽ പെടാണ്ട് ആ കടയിൽ വരാം. അതിന് വേറൊരു വഴി ഇല്ലേ? ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ആ വഴി കൂടി പോയിട്ടില്ല. ഞാൻ ആ വഴി കൂടി പോകേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആ വഴി കൂടി പോയിട്ടില്ല. സോ എനിക്കറിയില്ല അങ്ങനെ ഒരു വഴി ഉണ്ടോ ഇല്ലയോ. വഴി ഉണ്ടെന്നും അറിയില്ല, വഴി ഇല്ലെന്നും അറിയില്ല. വഴി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പം നിങ്ങൾ ആ വഴി കൂടി പോയിട്ടില്ല. വഴി ഇല്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വഴി അറിയില്ലേ എന്നുള്ളൊരു ചോദ്യം വരും. സോ പറഞ്ഞു, ഞാൻ ആ വഴി കൂടി പോയിട്ടില്ല, എനിക്ക് പോകേണ്ട കാര്യമില്ല, ഞാൻ നേരെയുള്ള വഴി കൂടിയാണ് പോയത്. CCTV-യിൽ പെടുന്ന രീതിയിലുള്ള വഴി കൂടിയാണ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അപ്പുറത്തെ വഴി കൂടി പോകേണ്ട കാര്യമില്ലല്ലോ, ഞാൻ പോയിട്ടില്ല. കൊച്ചു മരിച്ചെന്ന് പറയാം. അതെ, കൊച്ച് ഞങ്ങൾ 3 മണി മുടി വെട്ടി ഇറങ്ങി. മുടി വെട്ടി കഴിഞ്ഞ് ഒരു ഏകദേശം 3:30 കഴിഞ്ഞു. പാഷൻ ഫ്രൂട്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ പാഷൻ ഫ്രൂട്ട് എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചത്. പക്ഷെ എന്റെ വീട്ടിൽ കൊണ്ട് വെച്ച പാഷൻ ഫ്രൂട്ട് ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നു. ഇന്ന പോലെ ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്ന കാര്യം പാഷൻ ഫ്രൂട്ട് എടുത്തു പോയില്ല, അവിടെ തന്നെ ഉണ്ട്. അതാണല്ലോ ഞാൻ വീട്ടിൽ പോയിട്ട് ഇറങ്ങി വന്നു പറഞ്ഞു, ഇത്ര സമയം കാണുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് സുജിനും കാണുന്നുണ്ട്. ഫ്രിഡ്ജിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഫ്രിഡ്ജിലുണ്ട്. അത് സുജിൻ പറിച്ച ഫ്രൂട്ടാണ്. സുജിൻ പറിച്ച പാഷൻ ഫ്രൂട്ട്. അത് പറിച്ച പാഷൻ ഫ്രൂട്ട് റൂമിൽ കൊണ്ടുവച്ചു. ഏകദേശം എത്ര സമയം എടുത്താണ് മൊത്തം കൂടി? എന്റെ വീട് ഒരു 20 മിനിറ്റിനുള്ളിൽ തീർന്നിട്ടുണ്ടാവും.
അത്ര എടുത്തില്ല. അല്ലല്ല, ഒരു 15 അടികളുള്ളൂ. എന്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് തിരിച്ചിറങ്ങി വന്നു. തിരിച്ചു വന്നു ഞാൻ. ഇതൊക്കെ കണ്ടോണ്ടിരിക്കും. അപ്പൊ ഈ കുഞ്ഞിന്റെ വീട് കാണാം നിങ്ങൾക്ക്, അതിന് തൊട്ട് മുന്നിലാണല്ലോ ഇതല്ലേ? അല്ല, എന്റെ വീട് കഴിഞ്ഞിട്ടാ. അർജുന്റെ ഫ്രണ്ട്സ് കൊടുത്ത മൊഴിയിൽ ഈ ഫാഷൻ ഫ്രൂട്ടിന്റെ കേസ്, ഈ ഫാഷൻ ഫ്രൂട്ട് കൊണ്ട് വെക്കാനോ എടുക്കാനോ ഫ്രിഡ്ജിൽ നോക്കാനോ പോയ ഈ സമയം 1 മണിക്കൂർ, അതായത് 40 മിനിറ്റ് 1 മണിക്കൂറിന് ഇടയ്ക്കുള്ള സമയം എടുത്തിട്ടാണ് അർജുൻ തിരിച്ചു വന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അർജുൻ പറയുന്നത് ഒരു 10-15 അടിയേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ, ഈ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല, അതിന് മുമ്പ് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഫ്രണ്ട്സ് പറയുന്നത് 1 മണിക്കൂറും ഒരു 40 മിനിറ്റ് ആ ഒരു ഇന്റർവെൽ എടുത്തു, അത്രയും സമയം എടുത്തു എന്നാണ് പറയുന്നത്. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ അത് എന്നെ പോലെ അറിയിപ്പിച്ചിട്ടില്ല. എന്നെ പോലെ ഒരാള് പാർട്ടിക്കാരനാ. ആരാ പാർട്ടിക്കാരൻ? പാർട്ടിക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല. അന്നാസാഷിയ. അയാളാണ് എന്നെയും ആദ്യം കപിലും അശോകും വിഷ്ണു എന്ന് പറഞ്ഞ ആള്, അവര് 3 പേരും ആദ്യത്തെ ഒരു വണ്ടി കൊണ്ടുപോയി. അവരെ കൊണ്ടുപോയി. അതിനുശേഷമാണ് എന്നെയും സുജിനെയും എന്റെ അച്ഛനെയും ഈ ഒന്നാസാശിയെ കൊണ്ടുപോകുന്നത്. എനിക്കറിയത്തില്ല. എന്നെ വിളിച്ചു വരുത്തി ഇന്ന പോലെ പോവാന്ന് പറഞ്ഞു. പോയിട്ട് ഞങ്ങളെ ആദ്യം ഞാൻ പോകുമ്പോ അവർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കേസിൽ 2-3 സ്ഥലത്ത് പാർട്ടിയുടെ പരാമർശം വരുന്നു എന്ന് പറഞ്ഞില്ലേ, ഈ പയ്യൻ പറയുന്നില്ല, അർജുൻ പറയുന്നില്ല ഏത് പാർട്ടിക്കാരനാണെന്ന് പറയുന്നില്ല. പക്ഷെ ഒന്നാം സാക്ഷിയാണ്. അങ്ങേര് ആരാണെന്നും വ്യക്തമാക്കുന്നില്ല, ഇവിടെ വ്യക്തമാക്കുന്നില്ല. അപ്പം ഇവിടെയാണ് ചെറിയ പാർട്ടിയുടെ പരാമർശം വീണ്ടും വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2-3 സ്ഥലങ്ങളിൽ പാർട്ടിയുടെ പരാമർശം വരുന്നുണ്ട്. സോ ഇവിടെയാണ് രണ്ടാമത് വരുന്നത്. ഈ ചെറുക്കന്റെ, ഈ അർജുന്റെ അച്ഛനുമായിട്ട് പാർട്ടിക്കാർക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ അർജുന്റെ തലയിലോട്ട് ഈ കേസ് വെച്ച് കൊടുത്തതാണ്. അങ്ങനെ ഒരു ചെറിയ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്, എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഇവിടെയും കൂടി ഈ പാർട്ടിയുടെ പരാമർശം വരുന്നുണ്ട്. ഏത് പാർട്ടിയാണെന്നോ ഏത് പാർട്ടിക്കാരനാണെന്നോ പറയുന്നില്ല. പക്ഷെ ഒന്നാം സാക്ഷിയായിട്ടുള്ള ഒരാളുടെ കാര്യം പറയുന്നുണ്ട്. ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നില്ല. 5 ദിവസം കൊച്ചി ഇവിടെ ഇല്ലായിരുന്നു. കൊച്ചി കുമളിയിലും കൊച്ചിന്റെ വളർത്തമ്മ വളർത്തിക്കൊണ്ടിരിക്കുന്നു. കൊച്ചിന്റെ അച്ഛന്റെ അനിയൻ, അവർക്ക് മക്കളല്ല, അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരു ചേച്ചിയുടെ വീട്ടിലും ചേട്ടന്റെ വീട്ടിലും ആ കൊച്ചി താമസിച്ച പറഞ്ഞു കേട്ട അറിവുള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. ആര് പറഞ്ഞു? കൊച്ചിന്റെ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ മോൾ ഇവിടെ ആയിരുന്നു എന്നുള്ളത്. ഇവിടെ 5 ദിവസം ഇവിടെ എല്ലാം കുമ്പളി പോയെന്ന് പറഞ്ഞു കേട്ട അറിവുള്ളൂ. മിക്കവാറും ദിവസം അർജുൻ കുഞ്ഞിനെ കാണുമായിരുന്നു. കാര്യം പുറത്തൊക്കെ കളിക്കുമ്പോൾ കാണാമല്ലോ, കാണാൻ പറ്റുമല്ലോ. പക്ഷെ 5 ദിവസം കുഞ്ഞിനെ കാണാതായപ്പോ അർജുൻ അന്വേഷിച്ചില്ല. അന്വേഷിക്കുന്നില്ല, അവര് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഈ കുഞ്ഞ് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. ആ സമയങ്ങളിൽ ഈ 5 ദിവസം അന്വേഷിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. കുട്ടിയെ ആ സമയത്ത് കണ്ടിട്ടില്ല. പിന്നീടാണ് ഈ ദിവസം കാണുന്നത്, അല്ലേ? അപ്പൊ കുഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 5 ദിവസം കാണാത്തൊരു കുഞ്ഞിനെ തിരിച്ച് കാണുമ്പോഴും അതും അപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. കാര്യം ഈ കുഞ്ഞിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ അർജുന്, ഒരു സഹോദരി പോലെയല്ലായിരുന്നു ഈ കുഞ്ഞ്. അപ്പൊ 5 ദിവസം തുടർച്ചയായിട്ട് കുഞ്ഞിനെ കണ്ടിട്ടില്ല. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് കാണുന്നത്. ഡേറ്റ് കറക്റ്റ് അറിയുന്നില്ല, 5 ദിവസം ഡേറ്റ് കറക്റ്റ് അറിയുന്നില്ല. മനസ്സിലായി. ആ ദിവസങ്ങളിൽ കാണാതിരുന്നിട്ട് പിന്നീട് കണ്ടു, അത് ഓർമ്മിക്കാതെ പോയി. ഈ മാനസിക സംഘർഷം ഇവിടെയാണ് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു കാര്യം. ഈ 5 ദിവസം കുട്ടിയെ കണ്ടില്ല. അതായത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ ഒരു 5 ദിവസം നമ്മൾ കണ്ടില്ല. അതിനുശേഷം ഈ കുട്ടി ഇവിടെ ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. അതിനുശേഷം നമ്മൾ കാണുമ്പോൾ വന്നോ, എന്നെ വന്ന ദിവസം നമ്മൾ കാണുമ്പോൾ വന്നോ, അല്ലെങ്കിൽ നമ്മളങ്ങനെ മിണ്ടിയില്ലെങ്കിൽ തന്നെ കുട്ടി തിരിച്ചു വന്നു, അല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ചു വന്നു. പിന്നീട് ആ കുട്ടി ഇങ്ങനെ ഒരു ദാരുണമായിട്ട് സംഭവം സംഭവിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഓർത്തിരിക്കും. അങ്ങനെ ഒരു സമയം നമ്മൾ ഉറപ്പായിട്ട് ഓർത്തിരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകത്തില്ല. ഇവിടെ എനിക്ക് സംശയം കൂടുതൽ വരുന്നത്, ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് പോലീസുകാരോട് പറഞ്ഞില്ല? ഇനി ഞാൻ കുട്ടീനെ കണ്ടായിരുന്നല്ലോ, ഇത്ര ദിവസവും ഇല്ലാതെ ചെയ്തിട്ട് ഞാൻ ആ കുട്ടീനെ കണ്ടായിരുന്നല്ലോ. പക്ഷെ അർജുനോട് പറയുന്നത്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴാണ് ഈ കുട്ടി അവിടെ ഇല്ല എന്നുള്ള കാര്യം തന്നെ ഞാൻ അറിയുന്നത്. ഈ 5 ദിവസം കുട്ടി അവിടെ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. ഡെയിലി കാണാറുള്ള കുട്ടിയാണ്, പക്ഷെ ഈ 5 ദിവസം കണ്ടില്ല, പക്ഷെ കുട്ടി അവിടെ ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിയുന്നതും പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ്. കുറേ സംശയമുണ്ട്. ഇതിന് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ പക്ക മൊത്തം സംശയമാണ്. അതായത് 30-ാം തീയതി നിങ്ങളോട് പോലീസ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? 30-ാം തീയതി 2-ാം തീയതി ചോദിച്ചിട്ടുണ്ട്. 2-ാം തീയതി ചോദിച്ചിട്ടുണ്ടോ അറിയത്തില്ല. അപ്പൊ ഈ 2-ാം തീയതി ചോദിച്ചപ്പോഴാണ് കുഞ്ഞിനെ കണ്ടതായി ഓർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞത്. 2-ാം തീയതി 4-ാം തീയതി അല്ല, 4-ാം തീയതി പോലീസ് തിരിച്ചു ചോദിക്കായിരുന്നു. ഇങ്ങനെ വല്യമ്മച്ചിയുടെ വലിയൊരു മൊഴിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു ചോദിക്കായിരുന്നില്ലേ 4-ാം തീയതി, അല്ലെ? അപ്പൊ അതിന് മുമ്പ് പോലീസുകാർക്ക് കൊടുത്തത് 2-ാം തീയതിയിലുള്ള മൊഴിയിലാണ് കുട്ടിയെ കണ്ടിട്ടില്ല, കാര്യം നാട്ടിലില്ലല്ലോ, അങ്ങനെ പറഞ്ഞിരുന്നത്, അല്ലേ? 2-ാം തീയതി ഞാൻ ഓർക്കുന്നില്ല, ആ ഡേറ്റ് ഓർമ്മിക്കുന്നില്ല. പക്ഷെ എന്തായാലും പോലീസിന് ആദ്യം കിട്ടിയ ഒരു ഇംപ്രഷൻ, അർജുൻ ആ കുഞ്ഞിനെ കണ്ടില്ല എന്ന ഒരു ഇംപ്രഷൻ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അർജുൻ കൊടുത്തതായിട്ടൊരു ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ട്. അർജുൻ അഥവാ പറഞ്ഞു അവരോട്, ഈ കുട്ടി അന്നത്തെ ദിവസം കണ്ടില്ല എന്നുള്ളത് ആദ്യത്തെ ദിവസം ആ ടെൻഷനിൽ പോലീസുകാരനോട് സമ്മതിച്ചു. അർജുൻ സമ്മതിച്ചില്ല സാർ.
ഞാൻ പറഞ്ഞു ഇന്ന പോലെ സാറേ ഞാൻ 4-ാം തീയതിയാ സംഭവം. എന്നോട് ചോദിക്കാൻ 4-ാം തീയതി. 2-ാം തീയതി എന്താണ് അപ്പൊ അർജുൻ പറഞ്ഞത്? കണ്ടെന്ന് പറഞ്ഞോ കണ്ടില്ലെന്ന് പറഞ്ഞോ കുട്ടിയെ? അത് ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ്. അപ്പൊ 4-ാം തീയതിയാണ് പോലീസുകാർ ചോദിക്കുന്നത് നീ കള്ളം പറഞ്ഞുവല്ലേ എന്ന് ചോദിക്കുന്നത്. 4-ാം തീയതി. അപ്പൊ പറഞ്ഞു ഞാനത് ഓർമ്മിച്ചിരുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത്. ആ അങ്ങനെ പറഞ്ഞു. അവിടെയാണ് പോലീസിന് സംശയം തോന്നിയത് അല്ലേ? പക്ഷെ ഞാൻ ഓർത്തോണ്ടത് ആ കാര്യം ഓർത്തോണ്ടിരുന്നത്. പക്ഷെ അതല്ല സംഭവം ശരിക്കും. കറക്റ്റായിട്ട് ആ 3 മണി എന്ന് പറഞ്ഞ സമയമൊക്കെ ഓർത്തിരിക്കുന്ന ആള് ഇതൊന്നും ഓർക്കുന്നില്ല. ഈ ചോദിച്ച കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല. പോട്ടെ, ഇതൊക്കെ മറന്നുപോയി. പക്ഷെ ഈ 4-ാം തീയതി എന്ന് പറയുന്ന കാര്യം പുള്ളി ഓർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ 4-ാം തീയതിയാണ് പോലീസുകാർ ഈ അർജുനെ തൂക്കുന്നത്. അന്നാണ് നീ അന്ന് പറഞ്ഞായിരുന്നല്ലോ ഈ കുട്ടീനെ കണ്ടില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ, പക്ഷെ നീ കണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ സാറേ ഞാൻ മറന്നുപോയതാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ്. അർജുൻ എന്ന് പറയുന്ന ആളെ പോലീസുകാർ തൂക്കുന്നത്. അപ്പം ആ കാര്യം എന്തായാലും ഓർത്തിരിക്കാതിരിക്കാൻ പറ്റില്ല. അർജുൻ എന്തായാലും പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് മറന്നുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പോലീസ് പിടിച്ച ദിവസം വരെ നീ മറന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറന്നുപോയെന്നാകും. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അർജുൻ ഓർക്കുന്നില്ല. പക്ഷെ ആ 3 മണി എന്ന് പറയുന്ന വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുന്നു. എവിടെയൊക്കെ CCTV ഉണ്ട്, എങ്ങോട്ടൊക്കെയാണ് അത് പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഷോപ്പിലെ CCTV ഈ മൊഴി കൊടുത്ത ആളുടെ കടയിലോട്ട് പോയിന്റ് ചെയ്തിട്ടുണ്ടല്ലോ, പെട്രോൾ പമ്പിൽ പോയിന്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അർജുൻ ഓർക്കുന്നുണ്ട്. പക്ഷെ വേണ്ട, ഈ കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന ആ കാര്യങ്ങളൊന്നും അർജുൻ ഓർക്കുന്നില്ല. അറിയില്ല, എന്താണെന്നറിയില്ല. ചെറിയ ദുശീലങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ പോലീസ് ആദ്യം പെരുപ്പിച്ച് കാട്ടാൻ ശ്രമിച്ചത് അല്ലേ? മൊബൈൽ ഫോണിൽ ഈ പറയുന്ന സെക്സ് വീഡിയോസ് കാണുക. അല്ല സാറേ, അല്ലല്ല. പോൺ വീഡിയോ കാണുമായിരുന്നു. അല്ലല്ല. ടെലിഗ്രാമിൽ ചില പോൺ വീഡിയോ കണ്ടില്ല. അങ്ങനെ തെളിവുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ടെലിഗ്രാം എന്റെ ഫോണ് ഇന്ന പോലെ യൂസ് ചെയ്യാം. അവരൊക്കെ യൂസ് ചെയ്യും. ആര്? നെറ്റ് ഇല്ലെങ്കിൽ നെറ്റ് എടുത്ത് യൂസ് ചെയ്യും. ആര് യൂസ് ചെയ്യും? കൂട്ടുകാര്. ഓക്കെ, ഈ കൂട്ടുകാരായിരിക്കാം അർജുനന്റെ മൊബൈൽ ഫോണിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആയിരിക്കാം. ഞാൻ മൊബൈൽ കൊടുക്കും. എന്തിനാ ഇതെന്ന് നമ്മോട് പറയുന്നില്ലല്ലോ. അവരുടെ കയ്യിൽ മൊബൈലില്ലേ? മൊബൈലുണ്ട്. നെറ്റ് ചെയ്തിട്ട് നെറ്റ് മേടിക്കുമല്ലോ. നെറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അർജുനന്റെ മൊബൈൽ ഫോണിലേക്കാണ് ടെലിഗ്രാം വന്നത്. ടെലിഗ്രാം ഉണ്ടായിരുന്നു ആപ്പ്. ടെലിഗ്രാം ഉണ്ടായിരുന്നു. എല്ലാ ആപ്പും ഉണ്ടായിരുന്നു. ടെലിഗ്രാം ആപ്പുകളെല്ലാം അതിനകത്തുണ്ടായിരുന്നു. ഏത് ഫോൺ ഉപയോഗിച്ചിരുന്നു ഓർമ്മയുണ്ട്? വന്ന് വിവോ ആണ് ഉപയോഗിച്ചിരുന്നത് അല്ലെ? സ്മാർട്ട് ഫോൺ ആയിരുന്നു. അപ്പോൾ അതിൽ ടെലിഗ്രാമിലൂടെ വീഡിയോകൾ കാണുമായിരുന്നു. ഫിലിമൊക്കെ കാണും. അതിനകത്ത് ചില ദൃശ്യങ്ങൾ പോലീസുകാർ ഡൗൺലോഡ് ചെയ്തെടുത്തപ്പോൾ പോലീസുകാർക്ക് മനസ്സിലാവുന്നത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ചില വെബ്സൈറ്റുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ തന്നെ താങ്കൾ ചില പ്രത്യേകതരം വീഡിയോകൾക്ക് അഡിക്റ്റ് ആയിരുന്നു എന്നാണ് പോലീസ് തെളിവായി പറയുന്നത്. അങ്ങനെയാണോ? അല്ല സാറേ. പക്ഷെ പിന്നെ താങ്കളുടെ ഫോണിൽ എങ്ങനെ ഈ ടെലിഗ്രാമിൽ വന്ന വീഡിയോ കിടന്നത്? എനിക്കറിയത്തില്ല. ഈ ഫോണ് എന്നെ പിടിക്കുന്ന സമയം ശേഷം ഫോൺ എൻ്റെ ഇല്ലല്ലോ. അതിനുശേഷം അല്ല, അതിന് മുൻപല്ലേ ഈ ടെലിഗ്രാമിൽ വീഡിയോ വന്നിട്ടുണ്ടാവുക? പോലീസ് അങ്ങനെയല്ലേ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്? ടെലിഗ്രാമിൽ ഏതോ സുഹൃത്ത് അയച്ചു തന്നു എന്ന് പറഞ്ഞു. ടെലിഗ്രാമിൽ താങ്കൾക്ക് ചില വീഡിയോകൾ അയച്ചു തരുമായിരുന്നു. നിങ്ങൾ അങ്ങോട്ടേ കൂടി ഷെയർ ചെയ്യുമല്ലോ. നമ്മളൊക്കെ സാധാരണ ഷെയർ ചെയ്യും, ഫയലുകൾ ഷെയർ ചെയ്യും, സിനിമകൾ ഷെയർ ചെയ്യും. അങ്ങനെ വന്ന ഫയലുകളിൽ ഒന്ന് ഈ വീഡിയോകളായിരുന്നു. ഒരു വിഭാഗത്തിലുള്ള വീഡിയോകൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ സുഹൃത്തുക്കൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്നാണ് താങ്കൾ അറിയാതെ. താങ്കളുടെ ഫോൺ നമ്മുടെ ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മുടെ ഫോണൊക്കെ എടുത്തൊന്ന് ഉപയോഗിച്ചെന്ന് വരും. ഫ്രണ്ട്സ് വട്ടം കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ഫോണൊക്കെ എടുത്തൊന്ന് ഉപയോഗിച്ചെന്ന് വരും. ചിലപ്പോൾ ഡെയിലി നമ്മുടെ ഫോൺ എടുത്ത് ഉപയോഗിച്ചെന്ന് വരും. നമ്മൾ ഡെയിലി ഒരു സ്ഥലത്ത് തന്നെ പോകുന്നു, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ പോയിരുന്നു, വട്ടം കൂടിയിരിക്കുന്നു, നമ്മുടെ ഫോൺ എടുത്ത് കാണുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള അശ്ലീല വീഡിയോകൾ കാണുന്നു, അല്ലെങ്കിൽ എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടാകും. ഒരു കാറ്റഗറിയിലുള്ള വീഡിയോസ് മാത്രം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരു കാറ്റഗറിയിലുള്ള വീഡിയോസ് മാത്രം എടുത്ത് കാണുന്നു നമ്മൾ കാണുമ്പോൾ പിന്നെ നമ്മൾ ആ കൂട്ടുകാരന് അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആ വ്യക്തിക്ക് നമ്മൾ ആ ഫോൺ കൊടുക്കില്ല. നീ ഇങ്ങനെ എടുത്ത് കാണുന്നു, നീ എൻ്റെ ഫോണിലൂടെ ഇതൊക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ പുള്ളിക്ക് ഫോൺ കൊടുക്കില്ല. നമ്മുടെ കൂട്ടുകാരന് പിന്നെ ഫോൺ കൊടുക്കില്ല. നീ മതി, നിർത്തിയേരി, നിന്റെ ഫോണിൽ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു എന്നേ പറയത്തുള്ളൂ. അവിടെ ഒരു സംശയം. പിന്നെ നമ്മുടെ ലൈഫിൽ ഇത്രയും, അല്ലാതെ അർജുന്റെ ലൈഫിൽ ഇത്രയും ഒരു സ്വാധീനം ചെലുത്തുന്ന ഫോൺ വരെ, സ്വന്തം ഫോൺ വരെ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചോളാം പറഞ്ഞ് കൊടുക്കുന്ന കൂട്ടുകാരാണ് അർജുനെതിരെ മൊഴി കൊടുത്തിരിക്കുന്നത്, അർജുനെ പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അർജുൻ പറയുന്നത് എനിക്ക് അവരോടൊരു ശത്രുതയില്ല, പക്ഷെ അവരെന്നെ പെടുത്തിയിരിക്കുകയാണ്, കള്ളത്തരം പറഞ്ഞാണെന്ന് അർജുൻ പറയുന്നത് നമ്മൾ മുഖവരയ്ക്ക് അടിക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്സ് ആണ് അർജുനെ പെടുത്തിയിരിക്കുന്നതെന്ന് പറയാം. അതും ഒരു പ്രശ്നം തന്നെയാണ്. ഇത്രയും ഫോണൊക്കെ എടുത്ത് ഉപയോഗിക്കാം, ഫോൺ എടുത്ത് എന്ത് വേണേലും കാണിച്ചോ, എന്ത് രീതിയിൽ വേണേലും ഉപയോഗിച്ചോ എന്നുള്ള ആ ഒരു രീതിയിലോട്ട് വരുന്ന ഫ്രണ്ട്സ് ആണ് എങ്കിൽ അവരെന്തിനെ അർജുനെ പെടുത്തണം, എന്തിനെ അർജുനെതിരെ കള്ളസാക്ഷി പറയണം, കള്ളമൊഴി കൊടുക്കണം. പിന്നെ അർജുനെ പിടിച്ചതിന് ശേഷമാണ് പോലീസ് അത് ഇൻസേർട്ട് ചെയ്തതെങ്കിൽ അതിന് മുമ്പുള്ള ഡേറ്റിൽ ഇതൊക്കെയാണ് റിട്രീവ് ചെയ്തെടുത്തിരിക്കുന്നത്. ചാറ്റ്, വീഡിയോസ് എന്തൊക്കെയൊക്കെ ഉണ്ട്. എന്തായാലും കുഞ്ഞിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൽ കുഞ്ഞിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. മഞ്ഞ ഫ്രോക്കും റെഡ് ഫ്രോക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഫോണിന്റെ മാത്രമല്ല, എല്ലാവരുടെ ഫോൺ മേടിച്ച് പരിശോധിച്ച് നോക്കിയാൽ മതി. 60 ഫോട്ടോകളും ഉണ്ടായിരുന്നു കുട്ടിയുടെ? അല്ലല്ല. അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു? അല്ലല്ല. അതിൽ കൂടുതൽ? അല്ലല്ല. എത്ര ഫോട്ടോ ഉണ്ടായിരുന്നു?
പഴയ ഫോട്ടോകളെന്നാണ് പറയുന്നത്. 3 ഫോട്ടോ ഉണ്ടെന്ന് ആദ്യം പറയുന്നത്. രണ്ടാമത് റീട്രൈവ് ചെയ്ത് നോക്കിയപ്പം 19 ഫോട്ടോ എന്നാണ് പറയുന്നത്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് എന്തിനാ ഡിലീറ്റ് ചെയ്യുന്ന ആവശ്യം? അപ്പൊ റിട്രീവ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണ്ടേ? അത് വേറെ എന്ത് ഫോട്ടോ അല്ല ഡിലീറ്റ് ചെയ്യുന്നത്. കൊച്ചിന്റെ ഫോട്ടോ നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ സാർ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞിനെ മടിയിലിരുത്തിയുള്ള ഫോട്ടോകൾ ഉണ്ടായിരുന്നു? ഇല്ല. അടുത്ത് നിൽക്കുന്ന ഫോട്ടോകൾ? ഞാൻ എടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇന്ന പോലെ ഒരു പാർട്ടി എന്നുവെച്ചാൽ അവിടുത്തെ ഒരു പാർട്ടിക്കാരനാ. പുള്ളിയുടെ മോളും ഇന്ന പോലെ കൊച്ചിനെ എടുത്ത് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അതെന്താ എടുത്ത് നോക്കാത്തവര്? ഞാൻ മാത്രം എടുത്തു വെച്ച് നിൽക്കുന്ന ഫോട്ടോ, ഒരു ഫോട്ടോ മാത്രം. അല്ല, ആ എടുത്തു നിൽക്കുന്ന ഫോട്ടോ മാത്രമേ ഉള്ളൂ, അല്ലാതെ കുഞ്ഞിന്റെ ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ഇല്ലേ? മഞ്ഞ ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ, ചുവന്ന ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ അർജുന്റെ ക്യാമറയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പോലീസിന്. 3 ഫോട്ടോ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ ഫോട്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഈ ഫോട്ടോ റിട്രീവ് ചെയ്തെന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്താലേ നമുക്ക് റിട്രീവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഡിലീറ്റ് ചെയ്ത് ഫോട്ടോ റിട്രീവ് ചെയ്ത് 19 കിട്ടി എന്നൊക്കെയാണല്ലോ പറയുന്നത്. 3 ഉണ്ടായിരുന്നുള്ളൂ, 19 കിട്ടി. കുട്ടിയായിട്ടുള്ള ഫോട്ടോ വേറൊരു പാർട്ടിക്കാരന്റെ മകളുമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇവിടെയാണ് വീണ്ടും ഒരു പാർട്ടിയുടെ എലമെന്റ് വരുന്നത്. പാർട്ടിക്കാരന്റെ മകളുമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതൊന്നും പരിശോധിക്കുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ ചോദിക്കുന്നത് ഇയാളുടെ ഫോണിൽ എന്തുമാത്രം ഫോട്ടോ ഉണ്ട് നമുക്കറിയാൻ പറ്റില്ല. എന്റെ ഫോണിൽ ഇപ്പൊ ഇഷ്ടംപടി ഫോട്ടോ ഉണ്ട്, പക്ഷെ എന്നാലും അറിയാൻ പറ്റും എന്തുമാത്രം, എത്ര എണ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ പറയാൻ പറ്റും. ഒരു വ്യക്തിനെ കാണിച്ചിട്ട് അയാളുടെ ഫോട്ടോ നിന്റെ ഫോണിലുണ്ടോ ഞാൻ പറയും ഉണ്ടായിരുന്നതാ, ഇനി വല്ല ഡിലീറ്റ് ആയി പോയോ ഇല്ലെന്നും, ഡിലീറ്റ് ആയോ ഇല്ലയോ എന്നും എനിക്ക് അറിയില്ല, നമുക്ക് നോക്കാടാന്നേ പറയത്തുള്ളൂ. ഈ പുള്ളി പറയുന്നത് ഡിലീറ്റ് ആയോ എന്നും അറിയത്തില്ല, ഉണ്ടോന്നും അറിയത്തില്ല, കൂട്ടുകാരടുത്ത് ഇട്ടതാണോ ഒന്നും പുള്ളി. പുള്ളിയുടെ ഫോൺ എന്തായാലും പബ്ലിക് സ്വത്താണോ, പുള്ളിയുടെ ഫോൺ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് സംശയങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പാർട്ടിയുടെ എലമെന്റ് വീണ്ടും ഇവിടെ വരുന്നുണ്ട്. പാർട്ടിക്കാരന്റെ മകളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെന്നോ, മകളുടെ അവിടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടെന്നോ എന്തൊക്കെയോ പുള്ളി പറയുന്നുണ്ട്. ഈ ഫോൺ ഇങ്ങേരുടെ അല്ലാത്ത രീതിയിലുള്ള വർത്തമാനം വരെയാണ് പറയുന്നത്. ആ ഒരു രീതിയിലോട്ടൊക്കെ പോകുന്നത്. ഈ ഫോണിനകത്ത് എന്തുണ്ടെന്ന് പോലും അറിയില്ല. റിട്രീവ് ചെയ്യണമെങ്കിൽ എന്തായാലും ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിരിക്കണം. ഏത് ഫോട്ടോ ആണെങ്കിലും ഡിലീറ്റ് ചെയ്താൽ നമ്മൾ റിട്രീവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പോയി തപ്പിയെടുത്തുകൊണ്ട് വരണമായിരുന്നു. ഒരുപാട് ടൂളുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന റിട്രീവ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള ഇച്ചിരി അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിലുള്ള റിട്രീവ് ചെയ്യാനുള്ള ടൂൾസും പോലീസുകാരിലുണ്ട്. നമുക്ക് സാധാരണ ചെയ്യാവുന്ന ടൂൾസ് നമുക്ക് ഒരുപാട് ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ റിട്രീവ് ചെയ്തെടുത്തപ്പോൾ 19 ഫോട്ടോകളും കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. ഡിലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു ഉറപ്പില്ലാത്ത രീതിയിലൊക്കെയാണ് അർജുനോട് സംസാരിക്കുന്നത്. എന്താണോ എന്തോ. അഖിലിനെ ഞാൻ പറഞ്ഞു, ഇന്ന പോലെ അന്നത്തെ ദിവസം എന്നെ പുറകിൽ നിന്ന് ഒത്തിരി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന പോലെ നീ പറയും, ഇന്ന പോലെ പറയില്ല, ജഡ്ജിനോട് പറയുവാനുള്ളൂ, ഡോക്ടറിനോട് പോവാനുള്ളൂ, ഇന്ന പോലെ നീ പറയില്ല, പറഞ്ഞ ഞങ്ങളൊപ്പം നീ വരുന്നത്. വേദനയുണ്ടായിരുന്നു അപ്പോ? ഉണ്ടായിരുന്നു. പക്ഷെ മെഡിക്കൽ പരിശോധനയിൽ താങ്കൾക്ക് പരിക്കൊന്നും കണ്ടില്ല, ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ അല്ലേ? അതെന്താണ്? എനിക്കറിയത്തില്ല. മർദ്ദിച്ചിട്ടും ഡോക്ടറുടെ പരിശോധനയിൽ കണ്ടില്ല. അപ്പൊ ഡോക്ടറോടും പറഞ്ഞില്ല? എന്നോട് ചോദിച്ചു വേദന ഉണ്ടോ. എന്ത് പറഞ്ഞു? ഞാൻ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇല്ലെന്ന് പറഞ്ഞു. പോലീസുകാർ അടുത്ത് നിൽക്കുക, ഇന്ന പോലെ പേടിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാ സ്റ്റേഷനിൽ പോലും കയറുന്നു. എന്താ സ്ഥിതി എന്ന് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് യഥാർത്ഥത്തിൽ വേദന ഉണ്ടായിരുന്നു? വേദന ഉണ്ടായിരുന്നു. പോലീസുകാർ ഡോക്ടറോട് കള്ളം പറഞ്ഞു? ഡോക്ടറോട് കള്ളം പറഞ്ഞെന്നല്ല, അവർ നിൽക്കുന്ന കാരണം, അവർ പോലീസുകാർ നിൽക്കുന്നത് കാരണം ഡോക്ടറോട് എനിക്ക് പറയാൻ പേടിയുണ്ടായിരുന്നു. കള്ളം പറഞ്ഞു, വേദന ഇല്ല എന്ന് പറഞ്ഞു. വേദന ഉണ്ടായിട്ട് മജിസ്ട്രേറ്റ് ചോദിച്ചില്ലേ മർദ്ദിച്ചു? ചോദിച്ചു. അപ്പോഴും കള്ളം പറഞ്ഞു? കള്ളം പറഞ്ഞതല്ല, ഇവര് നിൽക്കുമല്ലേ, ഇവര് പുറകിൽ നിന്ന് ഭയങ്കര എനിക്ക് സത്യയോട് പറഞ്ഞത് എനിക്ക് അവർക്ക് പേടിയുണ്ടായിരുന്നു. ഈ മർദ്ദനത്തിന്റെ കേസ് നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടല്ലോ. ആക്ഷൻ ഹീറോ ബിജുല സിനിമയ്ക്കകത്ത് പറയുന്നുണ്ടല്ലോ, നിന്നെ ഞാൻ ആ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കും, പക്ഷെ നീ മർദ്ദിച്ചെന്നെങ്ങാനും പറഞ്ഞെങ്കിൽ തിരിച്ച് ഞാനാണ് ജീപ്പിൽ കൊണ്ടുവരുന്നത്, തല നിന്നെ വെളിയിടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തി കാണും എന്നാണ്, ഈ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അർജുനോട് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പോലീസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. മർദ്ദനത്തിന്റെ പാടും മറ്റേ അതൊക്കെ മേത്ത് കാണുമല്ലോ. ചിലപ്പോൾ പുള്ളി ഉദ്ദേശിച്ച് ഭീഷണിപ്പെടുത്തിയെന്നായിരിക്കും. പുള്ളിയുടെ ആ വെപ്രാളത്തിലും ധൃതിയിലും ഒക്കെ പറഞ്ഞപ്പോൾ മാറിപ്പോയതായിരിക്കും. ഇന്റർവ്യൂവിൽ പല കാര്യങ്ങളും അങ്ങനെ മാറിപ്പോയിട്ടുണ്ട് പറഞ്ഞതിൽ. അപ്പൊ ആ കൂട്ടത്തിൽ മാറിപ്പോയി എന്ന് നമുക്കിത് കരുതാം. ഭീഷണിയായിരിക്കും, ചിലപ്പോൾ മർദ്ദനമല്ലായിരിക്കും, ചിലപ്പോൾ ഭീഷണിയുടെ കാര്യമായിരിക്കും പുള്ളി പറഞ്ഞത് ആയിരിക്കാം അല്ലെ. അങ്ങനെ നമുക്ക് കൂട്ടാം. സാഹചര്യ തെളിവുകളെല്ലാം അർജുനെതിരാണ്. അർജുനെ ആകെ സഹായിച്ചത് ശാസ്ത്രീയമായ തെളിവ് മാത്രമാണ്, തെളിവുകളുടെ അഭാവമാണ്. സാഹചര്യ തെളിവ് എന്ന് വെച്ചാൽ എന്റെ മുടി, കയ്യിലുള്ള മുടിയും ഇവിടെ ഉള്ള മുടിയും ഇന്ന പോലെ 4-ാം തീയതി എന്നുവെച്ചാൽ 2-ാം തീയതി ഫോറൻസിക് വരുന്നു, 4-ാം തീയതി പോയി സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ മുടിയൊക്കെ അവിടെ വരുന്നത്. എന്നോട് ചോദിച്ചു, ഞാൻ ചോദിച്ചെന്നല്ല, എന്നോട് എനിക്ക് അറിയത്തില്ലോ എന്തിനാ മുടി പറപ്പിക്കുന്നത്, എനിക്ക് അറിയത്തില്ലോ. ഇവിടെ പറപ്പിച്ചു, ഈ 2 ഭാഗത്തുനിന്നും പറപ്പിച്ചു, കയ്യിൽ നിന്നും പറപ്പിച്ചു, ഇവിടെ നിന്നും പറപ്പിച്ചു. എനിക്കറിയത്തില്ല. ഞാൻ DNA പരിശോധനയ്ക്ക് കൊണ്ടുപോകാന്ന് എനിക്ക് ഓർത്തു.
രണ്ടാമതാണ് ഒരു ലേഡി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഇന്ന പോലെ എൻ്റെ മുടി കിട്ടിയിട്ടുണ്ടായിരുന്നു. മുടി അവിടെ പോയി ആരും ഇട്ടു. അനീഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്നെ സ്റ്റേഷന്റെ ലോക്കപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി വേറെ റൂമിനകത്ത് കയറ്റിച്ചു, ഇന്ന പോലെ പറപ്പിച്ചു. അർജുൻ പറയുന്നത് പോലീസുകാർ ഫാബ്രിക്കേറ്റ് ചെയ്തു, അതായത് തെളിവുകൾ ഉണ്ടാക്കി, കള്ളത്തെളിവുകൾ ഉണ്ടാക്കി, ശാസ്ത്രീയമായിട്ട് ഇതിന് അടിസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ കുറ്റകൃത്യത്തിന് അർജുനാണ് ചെയ്തതെന്നുള്ള കുറ്റകൃത്യത്തിന് അടിസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ തെളിവുകൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കി എടുത്തു എന്നാണ് അർജുൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പോലീസുകാർക്ക് ഇവിടെ ഒരുപാട് വീഴ്ചകൾ പറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പോലീസ്. ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് ഒരു കൊലപാതകം എന്നുള്ള രീതിയിലോട്ടല്ല ഇത് പോയിരുന്നത്. ഒരു സാധാരണ കൊച്ച് ഷാളൊക്കെ വെച്ച് കളിക്കാറുള്ളതാണ്, അതുകൊണ്ട് കഴുത്തിൽ കുരുങ്ങി മരിച്ചു എന്നുള്ള രീതിയിൽ ആ വീട്ടുകാർക്ക് പോസ്റ്റ്മോർട്ടം ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് പോയിക്കിട്ടത്. പിന്നീടാണ് ഇത് സംതിങ് ഫിഷി എന്നുള്ള രീതിയിലോട്ട് വന്ന് പിന്നെ ഇതൊരു കൊലപാതകമായി മാറിയത്. അതുകൊണ്ട് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഫോറൻസിക്കുകാരുമായിട്ട് പോലീസുകാരവിടെ പോയത്. അപ്പം അവർക്ക് തെളിവുകൾ കിട്ടിയില്ല എന്ന് തോന്നുന്നു, ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കിട്ടിയില്ല. പിന്നെ സാഹചര്യ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അർജുനാണ് എന്നുള്ളത് ഉറപ്പിച്ചു. പിന്നെ പോലീസുകാർ ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ നിർമ്മിച്ചതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവർ അർജുൻ പറയുന്നത് കേട്ടിട്ട് ശരിയാണെങ്കിൽ അങ്ങനെ നിർമ്മിച്ചതായിരിക്കാം ഈ ശാസ്ത്രീയ തെളിവുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പോലീസുകാർ ഉറപ്പിച്ചു അർജുനാണ് കുറ്റക്കാരൻ എന്നുള്ള കാര്യം ഉറപ്പിച്ചു. അപ്പൊ പിന്നെ അതിന് കുറച്ചും കൂടി ദൃഢത അല്ലെങ്കിൽ ഒരു ബലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള തെളിവുകൾ മാനിപ്പുലേറ്റ് ചെയ്തു, ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് കോടതിയിൽ പോലീസുകാർക്ക് പരാമർശം ഏൽക്കേണ്ടി വന്നതും ഇത് തള്ളിപ്പോവാനും ഉണ്ടായ സാഹചര്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. പൂജാമുറി കാണിച്ചു കൊടുക്കും, ഇതെല്ലാം പിന്നീട് അർജുൻ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ആ വിൻഡോ തുറന്ന് പുറത്തേക്ക് വരുന്നത്, ഇതെല്ലാം അർജുൻ പോലീസുകാരുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ കാട്ടിക്കൊടുക്കുകയാണ്, ക്യാമറയ്ക്ക് മുന്നിൽ. ഇതാർക്കും അറിയത്തില്ലല്ലോ, എന്നെ സ്റ്റേഷനിൽ വെച്ച് ഇത്ര പീഡിപ്പിച്ചെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. പോലീസുകാർ ഇന്ന പോലെ മർദ്ദിച്ചു, ഇന്ന പോലെ നീ ചെയ്ത് കാണിച്ചില്ലെങ്കിൽ എന്റെ അപ്പൻ ഇതിനകത്ത് പ്രതിയാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പനെ പ്രതിയാക്കും എന്നാണ് പറഞ്ഞത്, സഹോദരിയെ പ്രതിയാക്കും എന്നാണ് പറഞ്ഞത്. അപ്പനെ പ്രതിയാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പക്ഷെ സഹോദരിയെ പ്രതിയാക്കും എന്നാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ലല്ലോ, അപ്പനെ പ്രതിയാക്കും. അപ്പനെ സഹോദരി ഉണ്ടോ? ചേച്ചിയുണ്ട്. അതിനുശേഷം ഈ ജനലിന്റെ പുറത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞതാരാ? അതല്ലേ പറഞ്ഞു, എന്നെ ഈ കാര്യങ്ങളൊക്കെ വെച്ചാണ് എന്നെ ഇന്ന പോലെ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ വെറുതെ നിങ്ങളെ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പോലീസുകാർ കൊണ്ടുപോയിട്ട് അത് ഇത് ചെയ്യുന്നൊക്കെ പറയാം. ഗ്രീഷ്മ കേസിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവർ വിവരിക്കുന്ന കാര്യങ്ങളൊക്കെ പോയി ചെയ്ത് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കൊണ്ട് നടന്ന് കുറെയൊക്കെ തെളിവെടുപ്പ് ആ ഒരു ഭാഗമായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗ്രീഷ്മ കേസിലും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇവരിങ്ങനെ കൊണ്ടു നടന്ന് കഴിയുമ്പോൾ ഈ പ്രതികൾക്ക് മനസ്സിലാവും ഇയാൾ പ്രതിയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നില്ല, വീണ്ടും ഞാൻ പറയുന്നത് ഇയാൾ പ്രതിയാണ് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകൾ, പ്രതിയെന്ന് സംശയിക്കുന്ന ആളുകൾ പറയും പോലീസുകാരുടെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ല, പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നൈസായിട്ട് അടിച്ചേക്കാം, എനിക്കൊന്നും അറിയില്ല, എന്നെ കൊണ്ട് പോലീസുകാർ ചെയ്യിപ്പിച്ചതാണ്, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്, എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ള രീതിയിലോട്ട്, എന്ന സ്റ്റാൻഡിലോട്ട് മാറാം എന്നുള്ള രീതിയിലോട്ട് മാറിയിട്ട് ആ രീതിയിലോട്ട് കാര്യങ്ങൾ സംഭവിക്കും, പറയും, അവരങ്ങനെ പറയും. അതാണ് ഇവിടെ നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല. പോലീസുകാരൊക്കെ ചേർന്ന് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് CSR പിന്നെ SSR. ഈ കുഞ്ഞിന്റെ കയ്യിൽ താങ്കൾ ഇട്ട പാന്റിന്റെ ഒരു ചെറിയ ഫൈബറിന്റെ അംശം ഉണ്ടായിരുന്നു, നൂലിന്റെ അംശം ഉണ്ടായിരുന്നു അല്ലേ? എന്റെ പാന്റ് അല്ലായിരുന്നു ശരിക്കും. ഫോറൻസിക് റിപ്പോർട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, അവര് കൊടുത്തേക്കുന്ന ഡാർക്ക് ഗ്രേ എന്നാ പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് ഞങ്ങൾക്ക് ബ്രൗൺ കളർ എങ്ങനെ മാറി? എന്റെ സൈസ് ആണെങ്കിൽ വേറെ ആയിരുന്നു, പാന്റിന്റെ സൈസ് അതും വേറെയാണ്. പക്ഷെ താങ്കൾ തന്നെ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് വസ്ത്രമെല്ലാം എടുത്തു കൊടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ട് പോലില്ല. എന്നെ കൊണ്ടുപോയി എന്നെ വീട്ടിൽ കയറ്റിയിട്ട് ഞാൻ കിടക്കുന്ന റൂമിൽ ഇന്ന പോലെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 3 തുണി. ആ തുണിയിൽ നിന്ന് ഒരു തുണി എടുക്കുന്നു. ഏത് തുണിയാ യൂസ് ചെയ്ത് ചോദിച്ചു. ഇന്ന് ഈ തുണിയെന്ന് പറഞ്ഞു. അത് കൊടുത്തു. ഞാൻ എടുത്തു കൊടുത്തില്ല, ഞാൻ കാണിച്ചത് മാത്രം. അപ്പൊ ആ തുണി എടുത്തു. ആ തുണിയിലെ ഒരു ഭാഗമാണ് കുഞ്ഞിന്റെ കയ്യിലെ വിരലിൽ നിന്ന് കിട്ടിയത്. പക്ഷെ എന്റെ തുണിയല്ല അത്. താൻ കാണിച്ചു കൊടുത്തതല്ലേ? ഞാൻ കാണിച്ചു കൊടുത്താ, പക്ഷെ കോടതി വന്നിട്ട് വേറെയാണല്ലോ. കോടതി വന്നിരിക്കുന്നത് ആ തുണിയുടെ നൂലല്ല. അല്ലല്ല, ബ്രൗൺ കളറിന്റെ ഷോർട്സിന്റെ നൂലാന്നാ വന്നേക്കുന്നത്. അത് 6 അതാണ് കണ്ടെത്തേണ്ടത്. ഇവിടെയാണ് എനിക്ക് ഒട്ടും ദഹിക്കാത്തത്. ഈ ഇന്റർവ്യൂവിൽ എനിക്കൊന്നും മനസ്സിലാത്ത കാര്യം, ദഹിക്കാത്തതല്ല, ഈ ഇന്റർവ്യൂവിൽ എനിക്ക് ഒട്ടും മനസ്സിലാത്ത കാര്യം ഈ കളർ ചേഞ്ച്, ഈ പാന്റിന്റെ കളർ ചേഞ്ച്, ബ്രൗൺ ഗ്രേ ആയി, ഗ്രേ ബ്രൗൺ അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പൊ ഈ വ്യക്തി പറയുന്നത് പോലെയാണെങ്കിൽ പോലീസുകാർ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്, തെളിവുകളെല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് എങ്കിൽ, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെല്ലാം ഉണ്ടാക്കിയെടുത്തതാണ് എങ്കിൽ, ഈ പാന്റ് പോലീസുകാർ കോടതിയിൽ നിന്ന് വഴക്ക് കേൾക്കാൻ അല്ലെങ്കിൽ ഈ കേസ് തള്ളിപ്പോകാൻ വേണ്ടിയിട്ട് പോലീസുകാർ ഇങ്ങനെ കൊണ്ട് ചേഞ്ച് ചെയ്ത് വെക്കൂ. എന്തായാലും അവർ പിടിച്ച സാധനം അല്ല ഇവൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ സാധനം തന്നെ അല്ലേ കോടതിയിൽ കൊണ്ട് കൊടുക്കൂ. പിന്നെ കോടതിയിൽ വെച്ച് ഈ സാധനം ചേഞ്ചായി എന്നൊക്കെയാ പറയുന്നത്. എന്താണോ ഇതൊക്കെ അങ്ങോട്ട്
ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല, എന്താണെന്ന് അറിയില്ല. എനിക്ക് എന്തായാലും ഇന്റർവ്യൂ കണ്ടപ്പോൾ കുറേ സംശയങ്ങൾ തോന്നി. അതിൽ കുറച്ച് സംശയങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ കേസിൽ ഈ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കേസിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാമല്ലോ, നിങ്ങളുടെ എന്തൊക്കെ സംശയം ഉണ്ടെന്ന് എനിക്കൊന്നും അറിയാമല്ലോ, അത് നമുക്ക് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ. എന്തായാലും അറിയില്ല, വരും ദിവസങ്ങളിൽ ഇതിന്റെ സത്യാവസ്ഥയൊക്കെ വെളിയിലോട്ട് വരുമെന്ന് തോന്നുന്നു. ഇച്ചിരി ലെങ്തി വീഡിയോ ആണ്, കാണാൻ പറ്റുന്നവർ കാണാം.